വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും സെറ്റ് പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടന്നു പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫൈസൽ വെയ്സ്മാൻ എഗ്രിമെന്റ് വാസ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the major objectives of the ഫൈസൽ-വെയ്സ്മാൻ agreement. അപ്പോൾ ഫൈസൽ-വെയ്സ്മാൻ എഗ്രിമെന്റിന്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളതാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്. നമുക്ക് ഓപ്ഷൻസുകൾ നോക്കാം. ഓപ്ഷൻ എ, കൊളാബറേഷൻ ബിറ്റ്വീൻ ഇറ്റലി ആൻഡ് ജർമ്മനി. ഓപ്ഷൻ ബി, കൊളാബറേഷൻ ബിറ്റ്വീൻ അറബ്സ് ആൻഡ് ജൂയിസ്. ഓപ്ഷൻ സി, ഇംപ്രൂവിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജർമ്മനി ആൻഡ് ഫ്രാൻസ്. ഓപ്ഷൻ ഡി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പീസ് ഇൻ ദ ബൾക്കൻ ഏരിയസ്. ഈ 4 ഓപ്ഷൻസുകളാണ് വന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള, ഇന്റർനാഷണൽ റിലേഷൻസുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൊഡ്യൂളിൽ നിന്നുമാണ്, അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാവർക്കും വളരെ പ്രാധാന്യത്തോടു കൂടി എല്ലാ കുട്ടികളും പഠിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഇതെന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ റിലേഷൻസ് എന്നറിയപ്പെടുന്നത്, നമ്മുടെ 5th യൂണിറ്റ്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ 10 മൊഡ്യൂളുകളാണ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഈ 10 മൊഡ്യൂൾസുകളും വളരെ പ്രാധാന്യമാണ്. അതിൻ്റെ അകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരുപാട് ട്രീറ്റീസുകളും എഗ്രിമെന്റുകളും തന്നെ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് പൊളിറ്റിക്കൽ സയൻസിൽ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫൈസൽ-വെയ്സ്മാൻ എഗ്രിമെന്റിന്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഏതായിരിക്കും? ദ കറക്റ്റ് ആൻസർ, ഇവിടുത്തെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. ദ കൊളാബറേഷൻ ബിറ്റ്വീൻ അറബ് ആൻഡ് ജൂയിസ് ഈസ് ദി കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷനുമായിട്ട്, ഈ 4 ഓപ്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഒന്ന് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് ഒന്ന് കടന്നു പോകാം. ദ കൊളാബറേഷൻ ബിറ്റ്വീൻ അറബ് ആൻഡ് ജൂയിസ്, ദാറ്റ് ഈസ് ദ എഗ്രിമെന്റ്, ഈസ് നോൺ ആസ് ഫൈസൽ-വെയ്സ്മാൻ എഗ്രിമെന്റ്. ദീസ് എഗ്രിമെന്റ് വാസ് സൈൻഡ് ഓൺ ജാനുവരി 3rd, 1990. അപ്പോൾ 1919 ജാനുവരി 3-നാണ് ഫൈസൽ-വെയ്സ്മാൻ എഗ്രിമെന്റ് ഒപ്പുവച്ചിട്ടുള്ളത്. എന്തായിരുന്നു ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ, ദിസ് എഗ്രിമെന്റ് വാസ് ആക്ച്വലി എ ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് മാത്രമായിരുന്നു ഫൈസൽ-വെയ്സ്മാൻ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇൻഫോർമൽ പാക്ട് ബിറ്റ്വീൻ, ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ഇൻഫോർമൽ പാക്ട് ബിറ്റ്വീൻ എമിർ ഫൈസൽ എന്ന് പറയുമ്പോൾ അറബ് ലീഡർ ആണ്. കൂടാതെ ചെയിൻ വൈസ്മാനും തമ്മിലുള്ള, ചെയിൻ വൈസ്മാൻ ആരായിരുന്നു? സിയോണിസ്റ്റ് ലീഡർ ആയിരുന്നു. പാലസ്തീനിലെ സിയോണിസ്റ്റ് നേതാവായിരുന്ന ചെയിൻ വൈസ്മാനും അറബി ലീഡർ ആയിരുന്ന എമിർ ഫൈസലും തമ്മിൽ ഒപ്പുവെച്ച ഒരു ഒരു കൊളാബറേഷൻ എഗ്രിമെന്റ് ആയിരുന്നു എന്തെന്നറിയപ്പെടുന്നത് ഫൈസൽ-വെയ്സ്മാൻ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ദ മെയിൻ ഗോൾ വാസ് ടു ഫോസ്റ്റർ ക്ലോസ് കൊളാബറേഷൻ ബിറ്റ്വീൻ അറബ്സ് ആൻഡ് ജൂയിസ് ടു അച്ചീവ് ബോത്ത് ഓഫ് ദിയർ നാഷണൽ ഗോൾ ഇൻ ദ മിഡിൽ ഈസ്റ്റ്. ഇപ്പൊ രണ്ടുപേരുടെയും നാഷണൽ ഗോൾ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ അവരുടെ ദേശീയ ആധിപത്യം കൈവരിക്കുക എന്നുള്ളതായിരുന്നു. ബോത്ത് ഓഫ് ദിയർ നാഷണൽ ഗോൾ ഇസ് ടു മിഡിൽ ഈസ്റ്റ് അണ്ടർ ദിയർ പ്ലാൻ. Under this plan, the Faisal agreed to support Jewish emigration to Palestine, while the Weizmann agreed to help develop in independent Arab states. അപ്പോൾ ഈ ഒരു എഗ്രിമെന്റിലൂടെ, ചെയിൻ വൈസ്മാനും എമിർ ഫൈസലും പരസ്പരം എഗ്രിമെന്റ് ചെയ്ത് എങ്ങനെയുള്ളതായിരുന്നു? ഫൈസൽ എഗ്രീഡ് കൊടുത്തു. ആർക്ക് എഗ്രീഡ് കൊടുത്തു? സപ്പോർട്ട് ദ ജൂയിഷ് എമിഗ്രേഷൻ, പാലസ്തീനിലുള്ള ജൂയിഷ് എമിഗ്രേഷന് ഫൈസൽ, അറബ് ലീഡർ ആയിരുന്ന ഫൈസൽ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും ജൂയിസ് സയോണിസ്റ്റ് ലീഡേഴ്സിന് കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. ജൂയിസ് എമിഗ്രേഷൻ ടു പാലസ്തീൻ. വെയ്സ്മാൻ തിരിച്ച് എഗ്രീഡ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്പ് ഡെവലപ്മെന്റ് ഇൻഡിപെൻഡന്റ് അറബ് സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടും ഇവരുടെ പരസ്പരമുള്ള സഹകരണം ഊട്ടി ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇതെന്നറിയപ്പെടുന്നത് നമ്മുടെ ഫൈസൽ-വെയ്സ്മാൻ എഗ്രിമെന്റ് എന്ന് പറയും. ഇപ്പൊ ഈ ഒരു പദ്ധതി പ്രകാരം പാലസ്തീനിലേക്കുള്ള ജൂത കുടിയേറ്റത്തെ ആര് പിന്തുണയ്ക്കാൻ ഫൈസൽ സമ്മതിക്കും. അതേസമയം വെയ്സ്മാനും തിരിച്ച് സമ്മതിച്ചു. വെയ്സ്മാൻ അറബ് ഇൻഡിപെൻഡന്റ് അറബ് സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണകൾക്കും വികസനത്തിനും വെയ്സ്മാനും പരസ്പരം എഗ്രിമെന്റുകൾ ഒപ്പുവെച്ചു. പക്ഷേ ഈ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് മാത്രമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ എന്താണ് ഫൈസൽ-വെയ്സ്മാൻ എഗ്രിമെന്റ് എന്നുള്ളത്. അപ്പോൾ 1919 ജാനുവരി മാസം 3-ാം തീയതിയാണ് ഈ ഒരു ഫൈസൽ-വെയ്സ്മാൻ എഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി ഇതിൽ വരുന്ന നിരവധി ഓപ്ഷൻസുകളുണ്ട്. ഒന്ന്, കൊളാബറേഷൻ ഓഫ് ഇറ്റലി ആൻഡ് ജർമ്മനി. ഇനി ഈ ഇറ്റലിയുടെയും ജർമ്മനിയുടെയും കൊളാബറേഷൻ, പരസ്പര സഹകരണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും എഗ്രിമെന്റുകൾ ഉണ്ടോ? എന്തായാലും ഫൈസൽ-വെയ്സ്മാൻ എഗ്രിമെന്റ് അല്ല എങ്കിലും മറ്റു ചില എഗ്രിമെന്റുകൾ കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ പറയുന്നത് ഇറ്റലിയുടെയും ജർമ്മനിയുടെയും ചില എഗ്രിമെന്റ്സുകളാണ്. ഇറ്റലി ആൻഡ് ജർമ്മനി ആസ്
foundational pillars of the European Union, NATO, and G7. The relationship is characterized by the intensive economical interdependence and shared European governance. The German-Italian Action Plan formalized the regularly updated most recently with the enhanced security, defense, and industrial cooperation agreement. So, അപ്പോൾ നമുക്ക് ഇതിന്റെ അകത്ത് യൂറോപ്യൻ യൂണിയന്, നേറ്റോ, G7 എന്നിവയുടെ അടിസ്ഥാന സംഭാവനകൾക്ക് ആര് പിന്തുണ നൽകുന്നുണ്ട്? ഇറ്റലിയും ജർമ്മനിയും പിന്തുണ നൽകുന്നുമുണ്ട്. ഇവരുടെ ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉച്ചകോടികളാണ് പിന്നെ യൂറോപ്യൻ യൂണിയൻ, നേറ്റോ, G7. ഇവർ രണ്ടുപേരും മെമ്പേഴ്സ് ആണ് അല്ലെ. ഇവരുടെ ബന്ധത്തിന്റെ തീവ്രമായ ഒരു സവിശേഷത എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള പരസ്പര ആശ്രയത്വമാണ്. ഇന്റൻസീവ് എക്കണോമിക്കൽ ഇന്റർഡിപെൻഡൻസ് ഉണ്ട്, പരസ്പരം ഷെയർഡ് യൂറോപ്യൻ ഗവർണേഴ്സ് അല്ലെ. ഇവർ പരസ്പര ആശ്രയത്വം പങ്കിടുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ, യൂറോപ്യൻ ഗവർണേഴ്സിൽ ഇവർ രണ്ടുപേരും പരസ്പരം ഭാഗമാണ്. കൂടാതെ ജർമ്മൻ ഇറ്റാലിയൻ ആക്ഷൻ പ്ലാൻ, ജർമ്മൻ ഇറ്റാലിയൻ ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർമുലൈസ്ഡ് ആൻഡ് റെഗുലർലി അപ്ഡേറ്റഡ്. അപ്പൊ ജർമ്മൻ ഇറ്റാലിയൻ ആക്ഷൻ പ്ലാൻ ഫോർമുലൈസ് ചെയ്യുകയും റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മോസ്റ്റ് റീസെന്റ് എൻഹാൻസ്ഡ് സെക്യൂരിറ്റി, ഡിഫൻസ്, ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ എഗ്രിമെന്റ്. അപ്പോൾ ജർമ്മൻ ഇറ്റാലിയൻ ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ വളരെ പുതിയതായിട്ടും ഏറ്റവും പുതിയതായും മെച്ചപ്പെടുത്തിയിട്ടുള്ള ഇവർ പരസ്പരമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി, ഡിഫൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ എഗ്രിമെന്റ് ആണ്. ഇവർ തമ്മിലുള്ള പരസ്പരം സുരക്ഷിതത്വത്തിന്റെയും പ്രതിരോധത്തിന്റെയും വ്യവസായിക സഹകരണ കരാറുകൾ തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് ജർമ്മനി ഇറ്റാലിയൻ ആക്ഷൻ പ്ലാൻ. അപ്പൊ ഇതും കൂടി നിങ്ങൾ ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അടുത്തതായിട്ടുള്ള നമ്മുടെ ഒരു എഗ്രിമെന്റ് ആരൊക്കെ തമ്മിലാണെന്ന് നോക്കാം. അപ്പൊ ജർമ്മൻ ഇറ്റാലിയൻ ആക്ഷൻ പ്ലാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി 1963 എലിസി ട്രീറ്റി ഒപ്പുവെച്ച്. എലിസി ട്രീറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ദ എലിസി ട്രീറ്റി ഇൻ 1963 സൈൻഡ് ബൈ, ഇത് ആരൊക്കെ തമ്മിലാണ് സൈൻ ചെയ്തിട്ടുള്ളത്? ചാൾസ് ഡി ഗോളും കോൺറാഡും അഡനോറും തമ്മിലാണ്. ചാൾസ് ഡി ഗോളും കോൺറാഡ് അഡനോറും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള ഒരു ട്രീറ്റിയാണ് എലിസി ട്രീറ്റി എന്നറിയപ്പെടുന്നത്. സോ എലിസി ട്രീറ്റി സൈൻഡ് ഇൻ ദ 1963 സൈൻഡ് ബൈ ചാൾസ് ഡി, കോൺറാഡ് അഡനൗറും ചേർന്ന് ഒപ്പുവെച്ചിട്ടുള്ള ഒരു ട്രീറ്റിയാണ് എലിസി ട്രീറ്റി. ദിസ് ഹിസ്റ്റോറിക്കൽ എഗ്രിമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് മാൻഡേറ്ററി റെഗുലർ കൺസൾട്ടേഷൻ ബിറ്റ്വീൻ ദ ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ ഹെഡ്സ് ഓഫ് ദ സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് ടു അലൈൻ ദ ഫോറിൻ ആൻഡ് സോഷ്യൽ പോളിസീസ്. അപ്പോൾ ആക്ച്വലി ഇതൊരു വിദേശ കരാറാണ് കേട്ടോ. ഈ ഒരു ചരിത്രപരമായിട്ടുള്ള ഈ ഒരു കരാർ ഒരു ഒപ്പുവെച്ചതിന്റെ ഫലമായിട്ട് വിദേശ നയങ്ങൾ യോജിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പരസ്പരം വിദേശ നയങ്ങളിൽ ഇവർ യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എഗ്രീഡ് എസ്റ്റാബ്ലിഷ്ഡ് മാൻഡേറ്ററി ആയിട്ടുള്ള റെഗുലർ കൺസൾട്ടേഷൻസ് ബിറ്റ്വീൻ ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ ഹെഡ്സ് ഓഫ് ദ സ്റ്റേറ്റ്സ് ആൻഡ് മിനിസ്റ്റേറ്റ് ടു അലൈൻ ഫോറിൻ ആൻഡ് സോഷ്യൽ പോളിസീസ്. അവർ തമ്മിലുള്ള വിദേശ സാമൂഹ്യ നയങ്ങൾ പരസ്പരം യോജിപ്പിച്ചുകൊണ്ടുള്ള എഗ്രിമെന്റുകളാണ് ഫ്രഞ്ച് ജർമ്മനിലെ പല തലവന്മാരുകൾ അല്ലെങ്കിൽ ഹെഡ്സുകൾ, പരസ്പരം സ്റ്റേറ്റ് ഹെഡ്സുമാരുകൾ തമ്മിൽ നിർബന്ധിതമായും എന്ന് വെച്ചാൽ ഈ തലവന്മാർക്കിടയിൽ അല്ലെങ്കിൽ ഈ ഹെഡ്സുമാർക്കിടയിൽ, മന്ത്രിമാർക്കിടയിൽ നിർബന്ധിതവും പതിവുമായിട്ടുള്ള കൂടിയാലോചനകൾ സ്ഥാപിച്ചെടുത്തതുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു എലിസി ട്രീറ്റി എന്നറിയപ്പെടുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പൊ എലിസി ട്രീറ്റി ഒപ്പുവെച്ചിട്ടുള്ളത് 1963 ഇത് സൈൻ ചെയ്തിട്ടുള്ള ആരൊക്കെയാണ്? ചാൾസ് ഡി ഗോളും കോൺറാഡ് അഡനൗറും ചേർന്ന് രൂപീകരിച്ച ചരിത്രപരമായിട്ടുള്ള ഒരു കരാറായിരുന്നു. ഈ ഒരു കരാർ പ്രകാരം പരസ്പരം ഇങ്ങനെയുള്ള ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള, തികച്ചും നിർബന്ധിതമായിട്ടുള്ള, പതിവുമായിട്ടുള്ള കൂടിയാലോചനകളിലൂടെ ഇവർ തമ്മിലുള്ള വിദേശ സാമൂഹ്യ നയങ്ങൾ ഇവർ തമ്മിലുള്ള യോജിപ്പിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് കൂടിയായിരുന്നു എലിസി ട്രീറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. റെഗുലർ കൺസൾട്ടേഷൻ ബിറ്റ്വീൻ ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ, ഇത് ആരൊക്കെ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്? ഫ്രഞ്ചും ജർമ്മനും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള റെഗുലർ കൺസൾട്ടേഷൻ ആൻഡ് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഫോറിൻ സോഷ്യൽ പോളിസീസുകൾ തമ്മിലുള്ള പരസ്പരം സഹകരണം, കൂടിയാലോചനയും ഉറപ്പിക്കുന്ന ഒരു എഗ്രിമെന്റ് ആയിരുന്നു എലിസി ട്രീറ്റി. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ആരൊക്കെ തമ്മിലാണ്? ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പീസ് ഇൻ ബൾക്കൻ ഏരിയാസ്. ബൾക്കൻ ഏരിയാസിലൂടെ പീസ് ഉറപ്പിക്കുന്നതിനുള്ള എഗ്രിമെന്റുകളാണ്. ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പീസ് ഇൻ ബൾക്കൻ ഏരിയ വാസ് അച്ചീവ്ഡ് പ്രൈമർലി ത്രൂ ദ ഇന്റർനാഷണൽ മിലിറ്ററി intervention and the series of peace accords in 1990 and 2000 that ended in Yugoslavia wars. The treaty was like the promise between the countries to stop fighting and respect each other. A famous example is the Dayton Peace Accords. This was rule made in 1995 to stop terrible war in Bosnia. Actually, ബാൽക്കൻ മേഖലയിലെ സമാധാനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി എഗ്രിമെന്റുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇന്റർനാഷണൽ
ഇന്റർനാഷണൽ തരത്തിലുള്ള സൈനിക മിലിറ്ററി ഇടപെടലുകളാണ് ഇതിൻ്റെ അകത്ത്, മിലിറ്ററി ഇന്റർവെൻഷൻസുകളാണ് ഇതിൻ്റെ അകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദി സീരീസ് ഓഫ് പീസ് അക്കോർഡൻസിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. ഈ ഒരു മിലിറ്ററി സീരീസ് ഓഫ് പീസ് അക്കോർഡൻസ് ഒപ്പുവെച്ചത് 1990-ലും 2000-ലുമായിരുന്നു. ദാറ്റ് എൻഡഡ് ഇൻ അപ്പം ഈ ഒരു ട്രീറ്റ്, ഈ എന്താ പറയുന്നത് ഇന്റർനാഷണൽ മിലിറ്ററി ഇന്റർവെൻഷൻ സീരീസ് ഓഫ് പീസ് അഗ്രീഡ് അവസാനിച്ചത് യൂഗോസ്ലാവ വാർസോട് കൂടിയിട്ടാണ്. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊരു സമാധാന കരാറും ഇടപാടുകളും ഒപ്പുവെച്ചത് 1990 2000-ങ്ങളിലാണ്. ഈ ഒരു കരാറിന്റെ ഫലമായിട്ട് യൂഗോസ്ലാവ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ഒരു ട്രീറ്റിയുടെ ഫലമായിട്ട് ട്രീറ്റീസ് ആർ ലൈക്ക് എ പ്രോമിസ് ബിറ്റ്വീൻ, പരസ്പരം പ്രോമിസ് ചെയ്തു ബിറ്റ്വീൻ കൺട്രീസ് ടു സ്റ്റോപ്പ് ഫൈറ്റിംഗ്, ഇനി മുതൽ ഫൈറ്റിംഗ് ചെയ്യുന്നില്ല എന്ന് പരസ്പരം എഗ്രിമെന്റിൽ ഇത് പ്രോമിസ് ചെയ്യുകയും, റെസ്പെക്ട് ഈസ് പരസ്പരം ബഹുമാനിക്കുകയും. ആൻഡ് ഫേമസ് എക്സാമ്പിൾ ഇസ്, ഇതിനൊരു പ്രധാനമായിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഡൈറ്റൻ പീസ് അക്കോർഡ്സ് ആണ്. ഏതാണ്? ഡൈറ്റൻ സമാധാന ഉടമ്പടി. ഇതൊരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബാൽക്കൻ ഉടമ്പടിയായിരുന്നു ഡൈറ്റൻ പീസ് അക്കോർഡ്. ദീസ് വെയർ റൂൾസ് മെയ്ഡ് ഇൻ 1995 ടു സ്റ്റോപ്പ് ദ ടെറിബിൾ വാർ ഇൻ ബോസ്നിയ. അപ്പോൾ ഒരു ഡൈറ്റൻ ഉടമ്പടിയോട് കൂടിയിട്ട് ബോസ്നിയയിലെ വളരെ ടെറിബിൾ ആയിട്ടുള്ള ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു ഉടമ്പടി കൂടിയായിരുന്നു ഡൈറ്റൻ പീസ് അക്കോർഡ്. അപ്പോൾ ഇതോടുകൂടി ബോസ്നിയയിലെ ടെറിബിൾ ആയിട്ടുള്ള വാറിനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇസ് ഇൻ 1995. മനസ്സിലായിട്ടോ? ഡൈറ്റൻ പീസ് അക്കോർഡ്. ദീസ് വെയർ റൂൾസ് മെയ്ഡ് ഇൻ 1995. ഈ റൂള് കൊണ്ടുവന്നത് 1995-ലാണ്. ഇതോടുകൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബോസ്നിയയിലെ ടെറിബിളായിട്ടുള്ള വാറിനെ സ്റ്റോപ്പ് ചെയ്യാൻ സഹായിച്ച ഒരു പീസ് അക്കോർഡായിരുന്നു ഡൈറ്റൻ പീസ് അക്കോർഡ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഓരോ ഓപ്ഷൻസുകളും നമ്മൾ പഠിച്ചു പോകേണ്ടിട്ട്. അപ്പൊ ഈ ഓരോ ഓപ്ഷനിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ നമ്മൾ പഠിക്കണം. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടിയിട്ടുള്ളത് എന്നാണ് ഞാൻ ഈ പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ 4 ഓപ്ഷൻസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോയിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടല്ലോ. നെക്സ്റ്റ് നമുക്ക് ഇനി അടുത്തൊരു വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ. നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് അമെന്റുകളും ആർട്ടിക്കിൾസുകളും ഷെഡ്യൂളുകളും ഒക്കെ നമ്മൾ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് പൊതുവിൽ എല്ലാവർക്കും ജനറലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബട്ട് ആക്ച്വലി നമ്മൾ എന്താ പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് എക്സാമിനേഷന് ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ള പല എക്സാമിനേഷനും ചോദിച്ചിട്ടുള്ള വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ദ ആർട്ടിക്കിൾ ഓഫ് ദ US കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊവൈഡഡ് ഫോർ അമെൻമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഏത് ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഏത് ആർട്ടിക്കിളാണ് US കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദ ആർട്ടിക്കിൾ ഓഫ് ദി US കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊവൈഡഡ് ഫോർ അമെൻമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ US കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് US കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ഡീൽ ചെയ്തിരിക്കുന്ന, ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന US കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ ഏതാണ്? അപ്പൊ നമ്മൾ ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 5, ആർട്ടിക്കിൾ 7, ആർട്ടിക്കിൾ 6 ആൻഡ് ആർട്ടിക്കിൾ 4. ഓൾ ദീസ് ആർട്ടിക്കിൾ, ഈ എല്ലാ ആർട്ടിക്കിളും US കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. ഇതിൽ അമെന്റ് പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 5 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ആർട്ടിക്കിൾ എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അത് ആർട്ടിക്കിൾ 5, ദ അമെൻമെന്റ് ഓഫ് ദ പ്രോസസ്. അമെൻമെന്റ് പ്രോസസ് അത് ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള US കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 5. ദിസ് ആർട്ടിക്കിൾ ഡീറ്റെയിൽസ് ഹൗ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി ഓൾട്ടേർഡ് ഓർ അമെൻഡഡ്. എങ്ങനെയാണ് ഒരു ഭരണഘടനാ ഭേദഗതി US കോൺസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരും, ഒരു ഭരണഘടനാ ഭേദഗതി ലോ എങ്ങനെയാണ് ഒരു ഭേദഗതിയായിട്ട് നിലവിൽ വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് എസ്റ്റാബ്ലിഷ് ആസ് ദ 2-step process requiring both the proposal by the 2/3 votes in the both houses of the Congress or by the convention called for by 2/3 of the states and ratification by 3/4 of the state legislature of the state conventions. അപ്പോൾ നമുക്കറിയാം ഒരു ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ ഇരുസഭകളിലും 2/3 വോട്ടിലൂടെയും അല്ലെങ്കിൽ സ്റ്റേറ്റ്സിലാണെങ്കിലോ 2/3 ഭൂരിപക്ഷം വോട്ടിലൂടെയും എന്താ പറയുന്നത് സംസ്ഥാനങ്ങൾ, ഇനിയിപ്പോ സംസ്ഥാനങ്ങളിലേക്ക് വരികയാണെങ്കിലോ എത്ര വോട്ടാണ് വേണ്ടിയിട്ടുള്ളത്? കോൺഗ്രസ് ബൈ ദ കൺവെൻഷൻ ബൈ 2/3 ഓഫ് ദ സ്റ്റേറ്റ്സ് ആൻഡ് റെറ്റിഫിക്കേഷൻ 3/4 ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ. സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിലാണെങ്കിൽ 3/4 ഓഫ് ദ സ്റ്റേറ്റ്സ് വേണം അല്ലെ, അല്ലെങ്കിൽ 2/3 ഭൂരിപക്ഷം വോട്ടെങ്കിലും സംസ്ഥാനങ്ങൾ 3/2 അല്ലെങ്കിൽ എത്ര ശതമാനമാണ്? 3% വോട്ടാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിൽ വേണ്ടിയിട്ടുള്ളത്. ക്ലിയർ ആയിട്ട് മനസ്സിലായി. അപ്പോൾ കോൺഗ്രസിന്റെ ഇരുസഭകളിലും 2/3 വോട്ടിലൂടെ വേണം, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലാണെങ്കിൽ 3/2 ഭൂരിപക്ഷം വോട്ടിലൂടെയും, ഇനി സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിലാണെങ്കിലോ 4/3% വോട്ടിലൂടെയും അല്ലെങ്കിൽ കൺവെൻഷനിലൂടെയും കൺവെൻഷനും അംഗീകരിച്ച് കൊണ്ടുവേണം
എന്ത് ചെയ്തിട്ടുള്ളത്, അമെന്റിനെ അല്ലെങ്കിൽ അമെന്റ് എന്ന പ്രൊസീജിയറിനെ അംഗീകരിക്കുന്നതിന്. അപ്പോൾ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ, ഇത്തരത്തിലുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രക്രിയയിലൂടെയാണ് US കോൺസ്റ്റിറ്റ്യൂഷൻ തന്റെ ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വരുത്തേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഭരണഘടനാ ഭേദഗതി US കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നിലവിൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, ഭേദഗതി ആ ഒരു ഭേദഗതി നിലവിൽ വരണമെങ്കിൽ എത്രത്തോളം എന്താ പറയുക, റിക്വയറിംഗ് ബോത്ത് പ്രപ്പോസൽസുകൾ വേണം അല്ലെ. 2/3 votes in the both house of the Congress, conventions call for by the 2/3 of the states and ratification by 3/4 of the state legislature of the state convention. എങ്കിൽ മാത്രമേ ഒരു നിയമത്തെ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ ഭേദഗതി എന്താ പറയത്തുള്ളൂ, നിലവിൽ വരികയുള്ളൂ അല്ലെ. ആ ഭേദഗതി എങ്ങനെ വിശദീകരിക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 5 US കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചിട്ടാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ഈ ഭരണഘടനാ ഭേദഗതി എങ്ങനെ നിലവിൽ വരണം എന്നാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ അല്ലെങ്കിൽ ആർട്ടിക്കിളിലൂടെ പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പൊ അത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ആർട്ടിക്കിൾ 4നെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോകാം. ആർട്ടിക്കിൾ 4 എന്താ പറയുന്നത്? US കോൺസ്റ്റിറ്റ്യൂഷൻ ദ സ്റ്റേറ്റ് ആൻഡ് യൂണിയനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 4 ഡീൽ ചെയ്യുന്നത്. ദ ആർട്ടിക്കിൾ ഔട്ട്ലൈൻ ദ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ സ്റ്റേറ്റ്സ്. ഒരു സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നു. കൂടാതെ ആസ് വെൽ ആസ് വാട്ട് റെസ്പോൺസിബിലിറ്റി ദ ഫെഡറൽ ഗവൺമെന്റ് ഹാസ് ടു ബി സ്റ്റേറ്റ്സ്. ഒരു പിന്നെ സ്റ്റേറ്റ്സിന്റെ ഫെഡറൽ ഗവൺമെന്റിന്റെ ഡ്യൂട്ടീസുകളും റെസ്പോൺസിബിലിറ്റീസുകളും എന്തൊക്കെയാണെന്ന് കൂടി പറയുന്നുണ്ട്. കൂടാതെ ഇറ്റ് ഇൻക്ലൂഡ് ദ ഫുൾ ഫെയ്ത്ത് ആൻഡ് ക്രെഡിറ്റ് ക്ലൗസ്, ദ പ്രിവിലേജ് ആൻഡ് ഇമ്മ്യൂണിറ്റീസ് ക്ലൗസ് ആൻഡ് ദ പ്രോസസ് ഓഫ് ദ അഡ്മിറ്റിംഗ് ന്യൂ സ്റ്റേറ്റ്സ്. കൂടാതെ നമ്മൾ എന്താ പറയുന്നത്, പ്രിവിലേജസുകളെ കുറിച്ചും ഇമ്മ്യൂണിറ്റീസുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഫുൾ ഫെയ്ത്ത് ആൻഡ് ക്രെഡിറ്റ് ക്ലൗസ്, പ്രിവിലേജസ് ആൻഡ് ഇമ്മ്യൂണിറ്റീസ് ക്ലൗസ് ആൻഡ് ദ പ്രോസസ് ഓഫ് അഡ്മിറ്റിംഗ് ന്യൂ സ്റ്റേറ്റ്സ്. അപ്പോൾ എന്താ പറയുന്നത്, പ്രിവിലേജസുകളെയും ഇമ്മ്യൂണിറ്റീസുകളെ കുറിച്ച് എന്ന വകുപ്പിനെ കുറിച്ചും ഇത് എങ്ങനെയാണ് സംസ്ഥാനങ്ങൾ അംഗീകരിക്കുന്നത്, ഒരു സംസ്ഥാനം എങ്ങനെയാണ് ഇവയൊക്കെ തന്നെ അംഗീകരിക്കുന്നത്, അഡ്മിറ്റിംഗ് എ ന്യൂ സ്റ്റേറ്റ്സ് അംഗീകരിക്കുന്നതിനുള്ള നടപടിക്രമം എന്ന് ഒരു സംസ്ഥാനം ഇതിനെ എങ്ങനെ അംഗീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, ഇവയൊക്കെയാണ് നമ്മൾ ആർട്ടിക്കിൾ 4 പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയന്റെയും സ്റ്റേറ്റിന്റെയും റെസ്പോൺസിബിലിറ്റീസുകളും, ഒരു സ്റ്റേറ്റ്സിന്റെ ഫെഡറൽ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസുകളും പ്രിവിലേജസുകളും ഇമ്മ്യൂണിറ്റീസുകളും അതിനെ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്സ് അംഗീകരിക്കുന്നത്, അതിന്റെ പ്രൊസീജിയേഴ്സിനുമായിട്ട് ഈ ആർട്ടിക്കിൾ 4 പറഞ്ഞു പോയിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ആർട്ടിക്കിൾ 5 ആർട്ടിക്കിൾ 4 നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി നോക്കുന്നത് ആർട്ടിക്കിൾ 6 ആണ്. ആർട്ടിക്കിൾ 6 ഡെബ്റ്റ്സ്, സുപ്രമസി ആൻഡ് ഓത്ത്സ്. ദിസ് ആർട്ടിക്കിൾ എസ്റ്റാബ്ലിഷ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫെഡറൽ ലോ മേഡ് പ്രസ്യൂട്ട് to it and treaties made under this authority as the supreme law of the land, the supremacy clause. It also validated the national debts incurred before the constitution and require all federal and state officials to take an oath to support to the constitution. അതായത് ആർട്ടിക്കിൾ 6 പറയുന്നത് എന്തിനെ കുറിച്ചാണ്, നിങ്ങളെ ഡെബ്റ്റ്സുകളെ കുറിച്ച്. ഡെബിറ്റുകൾ എന്ന് പറയുമ്പോൾ കടങ്ങളെ കുറിച്ച്, പിന്നെ സുപ്രമസി എന്ന ആധിപത്യത്തെ കുറിച്ച്, സത്യപ്രതിജ്ഞകളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞു പോയിരിക്കുന്നത്. US കോൺസ്റ്റിറ്റ്യൂഷൻ, US ഭരണഘടന പ്രകാരം അനുസരിച്ച് ഫെഡറൽ നിയമങ്ങൾ എന്തൊക്കെയാണ്, കൂടാതെ എന്താ പറയുക, ഫെഡറൽ ലോസുകൾ എന്താണ്, മേഡ് പ്രസ്യൂട്ട് ഇറ്റ് ആൻഡ് ട്രീറ്റീസ് മേഡ് അണ്ടർ ഇറ്റ്സ് അതോറിറ്റി ആസ് ദ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ്, ദ സുപ്രീംസ് ക്ലൗസ്. ഇതനുസരിച്ച് ഫെഡറൽ നിയമങ്ങൾ, അതിന്റെ അധികാരം എന്തൊക്കെയാണ്, അതിന്റെ ഉച്ചകോടികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് സുപ്രീം ലോ ഓഫ് ലാൻഡ് എന്താണ് എന്നൊക്കെയാണ് ഈ വ്യവസ്ഥ. ഈ സുപ്രീം അല്ലെങ്കിൽ സുപ്രമസി ക്ലൗസുകളെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും ആർട്ടിക്കിൾ 6 എന്ത് ചെയ്യുന്നത്, പറഞ്ഞു പോയിരിക്കുന്നത്. കൂടാതെ പിന്നെ എന്താണ്, ഇറ്റ് ഓൾസോ വാലിഡേറ്റ്സ് ദ നാഷണൽ ഡെബ്റ്റ്സ് ഇൻകോർഡ് ബിഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഭരണഘടനയ്ക്ക് മുമ്പുണ്ടായ ചില ദേശീയ കടങ്ങളെ കുറിച്ചും അല്ലെ ഡെബിറ്റ്സുകളെ കുറിച്ച്, ഒരു ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഭരണഘടനയ്ക്ക് മുമ്പുള്ള ചില നാഷണൽ ഡെബിറ്റ്സുകൾ എന്താണ്, അതിന്റെ വാലിഡേറ്റ്സ് ഓഫ് നാഷണൽ ഡെബിറ്റ്സ് ഇൻകോർഡ് ബിഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റിക്വയർ ഓൾ ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ഒഫീഷ്യൽസ് ടു ടേക്ക് ആൻ ഓത്ത് ടു സപ്പോർട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ പിന്തുണ എടുക്കുന്നതിന് വേണ്ടി, ഭരണഘടനയെ പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞ എടുക്കണം. ഒരു ഭരണഘടനയെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഭരണഘടന എങ്ങനെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിജ്ഞ, എന്താ പറയുന്നത്, സത്യപ്രതിജ്ഞ എടുക്കുന്നതിനെ കുറിച്ചും അതിന്റെ സത്യപ്രതിജ്ഞയുടെ ആവശ്യകതകളെ കുറിച്ചുമാണ് ഈ ആർട്ടിക്കിൾ 6 പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ ഒരു ഫെഡറൽ സംസ്ഥാനം എന്ന് വെച്ചാൽ എങ്ങനെ, ഇവിടുത്തെ ഉദ്യോഗസ്ഥനെ കുറിച്ചാണ്, ഒരു ഭരണഘടനയ്ക്ക് മുമ്പുണ്ടായ ദേശീയ കടങ്ങളെ അല്ലെങ്കിൽ ദേശീയ കടങ്ങൾ ഇത് സാധൂകരിച്ചിട്ടുള്ള ഒരു നിയമമാണ് ആർട്ടിക്കിൾ 6 പറയുന്നത് കേട്ടോ. ഇറ്റ് ആൾസോ വാലിഡേറ്റ് ദ നാഷണൽ ഡെബിറ്റ് ഇൻകോർഡ് ബിഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള
കടങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. കൂടാതെ ടു റിക്വയർ ആൾ ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ഒഫീഷ്യൽസ്, ആൾ ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ഒഫീഷ്യൽസിന്റെ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സത്യപ്രതിജ്ഞ ചടങ്ങിനെ കുറിച്ചും ഒക്കെ തന്നെ ആർട്ടിക്കിൾ 6 പറഞ്ഞു പോകുന്നുണ്ട്. ഏത് ഒഫീഷ്യൽസിന്റെയാണ്? ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ഒഫീഷ്യൽസ് ടു ടേക്ക് ആൻ ഓത്ത് ടു സപ്പോർട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സത്യപ്രതിജ്ഞകളെ കുറിച്ചും പിന്നെ കടങ്ങളെ കുറിച്ചും ഡെബിറ്റ്സുകളെ കുറിച്ചും സുപ്രമസി ഓഫ് ദ ലാൻഡ്, പിന്നെ ലോ ഓഫ് ദ ലാൻഡിനെ കുറിച്ചും ഒക്കെ തന്നെ ആർട്ടിക്കിൾ 6 പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ആർട്ടിക്കിൾ 7 ആണ്. ആർട്ടിക്കിൾ 7 എന്തൊക്കെ കുറിച്ചാണ് പറഞ്ഞ്? റെക്ടിഫിക്കേഷൻസുകളെ കുറിച്ചിട്ടാണ്. വാലിഡിറ്റി അല്ലെങ്കിൽ വാലിഡിറ്റി ഓഫ് ദ ലോ ആണ് എന്തെന്നറിയപ്പെടുന്നത്? റെക്ടിഫിക്കേഷൻസ് എന്നറിയപ്പെടുന്നത്. റെക്ടിഫിക്കേഷൻസിനെ കുറിച്ചിട്ടാണ് എന്തിൽ പറഞ്ഞു പോയിരിക്കുന്നത്? ആർട്ടിക്കിൾ 7 പറഞ്ഞു പോയിരിക്കുന്നത്. ദ ആർട്ടിക്കിൾ എക്സ്പ്ലെയിൻ ഹൗ മെനി സ്റ്റേറ്റ്സ് വെയർ നീഡഡ് ടു റെക്ടിഫൈ ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ടു ടേക്ക് ആൻ എഫക്ട്. അതായത് ഒരു ഒറിജിനൽ എന്താ പറയുക, ഒരു ഭരണഘടന അംഗീകരിക്കണമെങ്കിൽ ഈ ആർട്ടിക്കിൾ എക്സ്പ്ലെയിൻ ഹൗ മെനി സ്റ്റേറ്റ്സ് വെയർ നീഡഡ് ടു റെക്ടിഫൈ ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ടു ടേക്ക് ആൻ എഫക്ട്. ഒരു ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ടേക്ക് ആൻ എഫക്ട് നിലവിൽ വരണമെങ്കിൽ എത്ര സംസ്ഥാനത്തിന്റെ അംഗീകാരം വേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 7 പറഞ്ഞു പോകുന്നത്. ഒരു വാലിഡിറ്റി ഓഫ് ദ ലോ നിലവിൽ വരണമെങ്കിൽ ഇത് ആർട്ടിക്കിൾ എക്സ്പ്ലെയിൻ ഹൗ മെനി സ്റ്റേറ്റ്സ് വെയർ നീഡഡ് ടു റെക്ടിഫൈ ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇറ്റ് ടു ടേക്ക് ആൻ എഫക്ട്. ഇറ്റ് സ്റ്റിപ്പുലേറ്റഡ് ദാറ്റ് റെറ്റിഫിക്കേഷൻ ടു 9 ഔട്ട് ഓഫ് ദ ഒറിജിനൽ 13 സ്റ്റേറ്റ് would be sufficient to establish the constitution between the rectifying states. അപ്പൊ ഒറിജിനലി നമുക്ക് 13 സംസ്ഥാനങ്ങളിൽ 9 എണ്ണത്തിന്റെ അംഗീകാരമെങ്കിലും വേണമെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞു പോകുന്നത്. ഇറ്റ് സ്റ്റിപ്പുലേറ്റഡ് ദാറ്റ് ratifications of the 9 out of the 13 സ്റ്റേറ്റ്. അപ്പൊ 13 സംസ്ഥാനങ്ങളിൽ 9 സംസ്ഥാനങ്ങളിലെയും റെക്ടിഫിക്കേഷൻ വേണം. സ്റ്റിപ്പുലേറ്റഡ് ദാറ്റ് റെക്ടിഫിക്കേഷൻ ഓഫ് 9 ഔട്ട് ഓഫ് ദ ഒറിജിനൽ 13 സ്റ്റേറ്റ് വുഡ് ബി സഫിഷ്യന്റ് ടു എസ്റ്റാബ്ലിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ദ റെക്ടിഫൈങ് സ്റ്റേറ്റ്. അല്ലെ, അതിനെ നമ്മൾ റെക്ടിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ 9 എണ്ണത്തിന്റെ അംഗീകാരമെങ്കിലും മതിയാകണം എന്നുള്ള വ്യവസ്ഥയാണ് ഈ ആർട്ടിക്കിൾ 7 പറഞ്ഞു പോയിരിക്കുന്നത്. മനസ്സിലായിട്ട് ഒരു ഭരണഘടന സ്ഥാപിച്ചെടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ 9 സംസ്ഥാനത്തിന്റെ എങ്കിലും അംഗീകാരം അത്യാവശ്യമായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു പോയിരിക്കുന്നത്. റെക്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഫോർമൽ ലീഗൽ വാലിഡേഷൻ. കേട്ടോ, ഒരു ലീഗൽ വാലിഡേഷൻ വേണമെങ്കിൽ എഗ്രിമെന്റ് ഓർ കോൺട്രാക്ട്, ഇതിനെയാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് കടന്നു പോകാം. ദ ഫേമസ് അയൺ ലോ ഓഫ് ഒലിയാർക്കി വാസ് പ്രപ്പോസ്ഡ് ബൈ. ദ ഫേമസ് ആയിട്ടുള്ള അയൺ ലോ ഓഫ് ഒലിയാർക്കി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആരാണ്? പ്രപ്പോണ്ടഡ് ബൈ ആരാണെന്ന് നോക്കാം. തോൺസ്റ്റൺ വെബ്ലർ ആണോ? തോൺസ്റ്റൺ വെബ്ലർ. റൈറ്റ്സ് മീൽസ് ഓപ്ഷൻ ബി റൈറ്റ്സ് മീൽസ്. ഓപ്ഷൻ സി റോബർട്ട് മൈക്കിൾസ്. ഓപ്ഷൻ ഡി ജെയിംസ് വോൺഹാം. ഒന്നുകൂടി നമ്മൾ ഓപ്ഷൻസ് ഒന്നുകൂടി നിങ്ങൾ നോക്കൂ. ഓപ്ഷൻ എ വന്നിട്ട് തോൺസ്റ്റൺ വെബ്ലർ ആണോ? റൈറ്റ് മിൽസ് ആണോ? റോബർട്ട് മൈക്കിൾസ് ആണോ? ജെയിംസ് ബൻഹാം ആണോ? ജെയിംസ് ബൻഹാം. സോ ദ കറക്റ്റ് ആൻസർ അയൺ ലോ ഓഫ് ഒലിയാർക്കി എന്നറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പ്രപ്പോണ്ടഡ് ചെയ്തിട്ടുള്ളത് ആരായിരുന്നു? റോബർട്ട് മൈക്കിൾസ് ആണ്. പ്രപ്പോണ്ടഡ് ബൈ റോബർട്ട് മൈക്കിൾസ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് വ്യക്തമായിട്ടൊന്ന് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ദ അയൺ ലോ ഓഫ് ഒലിയാർക്കി വാസ് പ്രപ്പോണ്ടഡ് ബൈ ദ ജർമ്മൻ ബോൺ, ഒരു ജർമ്മനിയിൽ ജനിച്ചിട്ടുള്ള ഒരു ഇറ്റാലിയൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു റോബർട്ട് മൈക്കിൾസ്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഹിസ് തിയറി ഇൻ ഹിസ് 1911 ബുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസ്. അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് 1991 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. ആ ബുക്കിന്റെ പേരാണ് പൊളിറ്റിക്കൽ പാർട്ടീസ്. മൈക്കിൾ സ്റ്റഡീഡ് ഹൗ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ഓപ്പറേറ്റ്. അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. He found that all complex organization, even those that start with the democratical rules, eventually turn into oligarchies. An oligarchy is a system where the small group of people hold all the power. Oligarchy എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ആക്ച്വലി, അല്ലെ, ഒരു രാഷ്ട്രീയ ഗ്രൂപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു. ആക്ച്വലി അദ്ദേഹം പഠനം നടത്തിയത് മൈക്കിൾ സ്റ്റഡീഡ് ഹൗ എ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. He found that all complex organization, even those that start with the democratic, എല്ലാ കോംപ്ലക്സീവ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ജനാധിപത്യ നിയമങ്ങളിൽ നിന്ന് തന്നെയാണ് അവരെല്ലാം ആരംഭിക്കുന്നത്. ഒടുവിൽ അവരെന്തായി മാറുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവൻച്വലി ടേൺ ഇൻ ടു ഒലിയാർക്കീസ് ആയിട്ട് മാറുന്നു. ആൻഡ് ഒലിയാർക്കി ഈസ് എ സിസ്റ്റം വേർ ദ സ്മാൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹോൾഡ് ഓൾ ദ പവർ. ഒലിയാർക്കി എന്ന് ഒരു ചെറിയ കൂട്ടം ആളുകൾ എങ്ങനെയാണ് അധികാരം സ്ഥാപിച്ചെടുക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഒലിഗാർക്കി എന്നറിയപ്പെടുന്നത്. ഒലിഗാർക്കി എന്ന പേരിൽ അറിയപ്പെടുന്നത്. oligarchy. Okay, the iron law of oligarchy that propounded by German born Italian sociologist, that is Robert Michaels. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു പാർട്ടിലേക്കും കൂടെ ഒന്ന് കടന്നു പോകാം. നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് മറ്റൊരു പ്രധാനം, നമ്മൾ ഓപ്ഷനിൽ പറഞ്ഞപ്പോൾ തോൺസ്റ്റൺ
അല്ലെ, തോൺസ്റ്റൺ വെബ്ലറിനെ കുറിച്ചിട്ടാണ്. തോൺസ്റ്റൺ വെബ്ലർ. ഇനി ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പോയിന്റുകളാണ്. തോൺസ്റ്റൺ വെബ്ലർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സംഭാവനകൾ, അദ്ദേഹത്തിന്റെ തോൺസ്റ്റൺ വെബ്ലർ കീ കോൺട്രിബ്യൂഷൻ, ആൻ അമേരിക്കൻ എക്കണോമിസ്റ്റ് ആൻഡ് സോഷ്യോളജിസ്റ്റ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് കോയിങ് ദ ടേം. അദ്ദേഹം കോയിൻ ചെയ്തിട്ടുള്ള ടേമാണ് കോൺസ്പീഷ്യസ് കൺസംഷൻ. കോൺസ്പീഷ്യസ് കൺസംഷൻ ഇൻ ഹിസ് 1899 ബുക്ക് ദ തിയറി ഓഫ് ദ ലെഷർ ക്ലാസ്. അദ്ദേഹത്തിന്റെ 1899 പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകമായ ദ തിയറി ഓഫ് ദ ലെഷർ ക്ലാസ്സിലാണ് അദ്ദേഹത്തിന്റെ ടേമായ കോൺസ്പീഷ്യസ് കൺസംഷൻ എന്നറിയപ്പെടുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇൻ ഹിസ് ഫോക്കസ് ഏരിയ ഹി ക്രിട്ടിസൈസ് ദ ക്യാപിറ്റലിസം ആൻഡ് അനലൈസ് ഹൗ ദ വെൽത്തി അപ്പർ ക്ലാസ് സ്പെൻഡ് മണി ടു ലെക്ചർ ഗുഡ്സ്. അല്ല, അദ്ദേഹം അതിൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറഞ്ഞത് ക്യാപിറ്റലിസത്തെയാണ്. അദ്ദേഹം അനലൈസ് ചെയ്തു ഹൗ ദ വെൽത്തി അപ്പർ ക്ലാസ് പീപ്പിൾസ് ഉണ്ടല്ലോ, അവരെങ്ങനെയാണ് അവരുടെ പൈസ എന്താ പറയുന്നത് സ്പെൻഡ് ചെയ്യുന്നത്, സ്പെൻഡ് മണി ടു ലെഷർ ഗുഡ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അവരുടെ, ഹൗ ക്യാൻ ദേ സ്പെൻഡ് ദെയർ മണി ടു ഫോർ ലെക്ചർ ഗുഡ്സ്. സ്പെസിഫിക്കലി പബ്ലിക്കലി ഡിസ്പ്ലേ ദെയർ സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് എക്കണോമിക്കൽ പവർ. പബ്ലിക്കലി അവരുടെ സോഷ്യൽ സ്റ്റാറ്റസും എക്കണോമിക്കൽ പവർ ഒക്കെ അവർ എങ്ങനെയാണ് കാണിക്കുന്നത്, അല്ലെ, സാമൂഹ്യ നിലയും സാമ്പത്തിക ശക്തിയും പരസ്യമായിട്ട് അവർ പ്രദർശിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ക്യാപിറ്റലിസത്തെ നിശ്ചിതമായി വെഹിമെന്റ്ലി ഹി ക്രിട്ടിസൈസ് ചെയ്തു, ഹി അനലൈസ് ചെയ്തു ഹൗ ദ വെൽത്തി അപ്പർ ക്ലാസ് സ്പെൻഡ് മണി ടു ലെക്ചർ ഗുഡ്സ്, സ്പെസിഫിക്കലി പബ്ലിക് ഡിസ്പ്ലേ ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് എക്കണോമിക്കൽ പവർ. ഓക്കെ ആണല്ലോ, ഇതാണ് അവിടെ പറഞ്ഞു പോകുന്നത്. ദെൻ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റീഷ്യൻസിനെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. പൊളിറ്റിക്കൽ തിങ്കർ റൈറ്റ് മിൽക്സ്. അപ്പൊ റൈറ്റ് മിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റൈറ്റ് മിൽസിന്റെ കീ കോൺട്രിബ്യൂഷൻസ് ആണ്. റൈറ്റ് മിൽസിന്റെ കീ കോൺട്രിബ്യൂഷൻ മിഡ് 20th century അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആൻഡ് ഫേമസ് ഫോർ ഹിസ് 1956 books ദ പവർ എലൈറ്റ് ഫോർ ദ ഡെവലപ്പിംഗ് കോൺസെപ്റ്റ് ഓഫ് ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. He focused argued that United States is governed by an interlocking triumvirate and elites drawn from the military, cooperative and political leadership rather than being to a true decentralized democracy. അപ്പൊ നമുക്ക് നോക്കാം, ഇദ്ദേഹം 1956 ഇദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പേരാണ് പവർ എലൈറ്റ് ഫോർ ഡെവലപ്പിംഗ് കോൺസെപ്റ്റ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇദ്ദേഹം 20th centuryയിലെ ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു, അല്ലെ, അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് 1956 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ പുസ്തകത്തിന്റെ പേര് പവർ എലൈറ്റ് ഫോർ ഡെവലപ്പിംഗ് കോൺസെപ്റ്റ് ഓഫ് ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകം. അപ്പൊ അദ്ദേഹം ഈ ഒരു പുസ്തകത്തിലൂടെ ആർഗ്യൂഡ് ദാറ്റ്, അദ്ദേഹം ആർഗ്യൂ ചെയ്ത് എന്താണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇസ് ഗവർൺഡ് ബൈ ആൻ ഇന്റർലോക്കിംഗ് ട്രിമർട്ടീവ് ആൻഡ് അലൈറ്റ്സ് ഡ്രോവൻ ഫ്രം ദ മിലിറ്ററി കോപ്പറേറ്റീവ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് റാദർ ദാൻ ബീങ് എ ട്രൂ ഡീസെൻട്രലൈസ്ഡ് എക്കോണമി. ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു അധികാര വികേന്ദ്രീകരണം എന്താണ്, ജനാധിപത്യപരമായിരിക്കുന്നതിന് പകരം ഒരു സൈനിക കോപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് മിലിറ്ററി കോപ്പറേറ്റീവ് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു വരേണ്യവർഗത്തിന്റെ കയ്യിലാണ് എന്ന് അദ്ദേഹം എന്ത് ചെയ്തു, അതിനെ ആരോപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥ അധികാര വികേന്ദ്രീകരണം എങ്ങനെയുള്ളതായിരിക്കണം, ആക്ച്വലി അത് ജനാധിപത്യപരമായിരിക്കണം. പക്ഷെ ഇത് അങ്ങനെയാണോ വരുന്നത്, മിലിറ്ററി കോപ്പറേറ്റീവ് ആൻഡ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് റാദർ ദാൻ ബീങ് എ ട്രൂ ഡീസെൻട്രലൈസ്ഡ് ഡെമോക്രസി. യഥാർത്ഥ അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ യഥാർത്ഥ വികേന്ദ്രീകരണ ജനാധിപത്യത്തിന് പകരം, അതിന് പകരം അദ്ദേഹം എന്താ പറഞ്ഞു, ഒരു സൈനിക കോപ്പറേറ്റീവ് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന അല്ലെങ്കിൽ ഒരു പരസ്പര ബന്ധിതമായ ഒരു വരേണ്യത്രയത്തിലാണ് ആക്ച്വലി വരേണ്യത്രയത്തിൽ നിന്നാണ് ഇത് ഉണ്ടായതെന്നാണ് അദ്ദേഹം വാദിച്ചിട്ടുള്ളത്. ആക്ച്വലി ഇത് യഥാർത്ഥത്തിൽ വരേണ്ടിയിട്ടുള്ളത് അധികാര വികേന്ദ്രീകരണത്തിൽ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യത്തിന് പകരം വന്നിരിക്കുന്നത് എന്താണെന്നാണ് അദ്ദേഹം വാദിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, ആർഗ്യൂഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇസ് ഗവർൺഡ് ബൈ ദ ഇന്റർലോക്കിംഗ് triumvirate allies drawn from military, cooperative and political leadership rather than being a true decentralized democracy. ഒരു എന്താ പറയുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു അധികാരം തന്നെയാണ് നമ്മൾ അധികാര വികേന്ദ്രീകരണത്തിലൂടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ജനാധിപത്യത്തിന് പകരമായിട്ട് വന്നിരിക്കുന്നത്. മിലിറ്ററി ഈസ് ഡ്രോവൻ ബൈ മിലിറ്ററി, കോപ്പറേറ്റീവ് ആൻഡ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. മിലിറ്ററി ആയിട്ടുള്ള കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ നേതൃത്വത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു ട്രിമർട്ടീവ് ആയിട്ടുള്ള ഇന്റർലോക്കിംഗ് ആയിട്ടുള്ള ഗവൺമെന്റ്. ട്രിമർട്ടീവ് മീൻസ് അല്ല പരസ്പര ബന്ധിതമായ ഒരു വരേണ്യവർഗത്തിലാണ് എന്താ പറയുന്ന അധികാരം വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു കോൺസെപ്റ്റിലൂടെ വാദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ആയിരിക്കണം അധികാരങ്ങൾ, എങ്ങനെയാണ് അധികാരം വന്നിരിക്കുന്നത്, അതാണ് ഈ ആർഗ്യൂഡ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ ഗവൺ ചെയ്തിരിക്കുന്നത് ഒരു വരേണ്യവർഗത്തിന്റെ കയ്യിലാണ്. ആ വരേണ്യവർഗം എന്ന് പറയുന്ന മിലിറ്ററി, കോപ്പറേറ്റീവ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ അധിഷ്ഠിതമാണ്. ആക്ച്വലി യഥാർത്ഥത്തിൽ എങ്ങനെയാ ഒരു യഥാർത്ഥ അധികാര വികേന്ദ്രീകരണത്തിന് പകരം വന്നിരിക്കുന്ന ഒരു ഗവൺമെന്റ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഗവൺമെന്റ് എങ്ങനെയാണ് എന്ന് അദ്ദേഹം ഇതിലൂടെ വാദിച്ചു പോയിട്ടുള്ളത്, അല്ലെ? ഓക്കെ ആണല്ലോ.
അതിനെയാണ് നമ്മൾ റൈറ്റ് മിൽസിന്റെ കോൺസെപ്റ്റിലൂടെ പറഞ്ഞു പോയിരിക്കുന്നത്. റൈറ്റ് മിൽസിൻ കോൺസെപ്റ്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെന്റ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഗവൺമെന്റിനെ അദ്ദേഹം എങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വാദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ജെയിംസ് ബൺഹാമിനെ കുറിച്ചാണ്. ജെയിംസ് ബൺഹാം. ഇനി അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്, അമേരിക്കൻ പൊളിറ്റിക്കൽ തിയറിസ്റ്റ് നോൺ ഫോർ ഹിസ് 1941 ബുക്ക്. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് 1941 പുറത്തിറങ്ങിയ ദ മാനേജറിക്കൽ റെവല്യൂഷൻ. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കിന്റെ പേരെന്താണ്? മാനേജറിക്കൽ റെവല്യൂഷൻ. ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഈ ഒരു മാനേജറിക്കൽ റെവല്യൂഷൻ അദ്ദേഹത്തിന്റെ ഫോക്കസിങ് ഏരിയ, ഈ പോസ്റ്റഡ് ദാറ്റ് ട്രഡീഷണൽ ക്യാപിറ്റലിസം വാസ് ബീങ് റീപ്ലേസ്ഡ് നോട്ട് ബൈ സോഷ്യലിസം but by society run by a new class of professional managers, technocrats, administrators who control the means of production through the organizational experts. മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഈ ഒരു ബുക്കിലൂടെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഹി പോസ്റ്റഡ് ദാറ്റ് ട്രഡീഷണൽ ക്യാപിറ്റലിസം വാസ് ബീങ്, അതായത് പാരമ്പര്യ കാലഘട്ടത്തിലെ മുതലാളിത്തം എന്നറിയപ്പെടുന്ന വ്യവസ്ഥ ഇന്ന് റീപ്ലേസ് ചെയ്തു. നോട്ട് ബൈ സോഷ്യലിസം, സോഷ്യലിസത്തിലേക്ക് അല്ല അത് റീപ്ലേസ് ചെയ്തത്, ബട്ട് ബൈ സൊസൈറ്റി റൺ ബൈ എ ന്യൂ ക്ലാസ്, അതായത് നമ്മുടെ സൊസൈറ്റി നയിച്ചുകൊണ്ട് പോകുന്ന ഒരു പുതിയ ക്ലാസ് ഓഫ് പീപ്പിൾ ആണ്. ബൈ പ്രൊഫഷണൽ മാനേജേഴ്സും ടെക്നോക്രാറ്റ്സുകളും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഹു കൺട്രോൾ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഇവരാണ് ഇന്ന് സൊസൈറ്റിയിലെ പ്രൊഡക്ഷനെയും ഓർഗനൈസേഷണൽ എക്സ്പെർട്സിനെയൊക്കെ തന്നെ എന്ത് ചെയ്തുകൊണ്ട് പോകുന്നത്, നമ്മൾ നയിച്ചു കൊണ്ടുപോകുന്നത്. ഒരു പുതിയ സമൂഹത്തെ മാറ്റി സ്ഥാപിക്കപ്പെട്ടു. ആ സമൂഹത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? പ്രൊഫഷണൽ മാനേജർമാർ, ടെക്നോക്രാറ്റുകൾ, ഭരണാധികാരികൾ എന്നിവരുടെ ഒരു പുതിയ വിഭാഗം നടത്തുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ ഈ സൊസൈറ്റി മാറി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ജെയിംസ് ബൻഹാം തന്റെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള മാനേജറിക്കൽ റെവല്യൂഷൻ എന്ന പുസ്തകത്തിലൂടെ പറഞ്ഞു പോയിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഈ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ 4 ഓപ്ഷൻസുകളും നമ്മൾ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടുകളും പറഞ്ഞുപോയി. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ദ ക്യാബിനറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു പോയിരിക്കുന്നത്. നോക്കൂ, ദ ക്യാബിനറ്റ് ഈസ് എ ഹൈഫൻ ദാറ്റ് ജോയിൻ ദ ബക്കിൾ ദാറ്റ് ബൈൻഡ് ദ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ടുഗദർ. ഹൂ മേഡ് ദിസ് സ്റ്റേറ്റ്മെന്റ്? അതായത് ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവ് വകുപ്പുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഹൈഫനാണ് എന്ന് പറയുന്ന ക്യാബിനറ്റ് അല്ലെങ്കിൽ മന്ത്രിസഭ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ആരാണ്? താഴെ തന്നിരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, ക്യാബിനറ്റ് ഇസ് എ ഹൈഫൻ ദാറ്റ് ജോയിൻ ദ ബക്കിൾ ദാറ്റ് ബൈൻഡ് ദ എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ടുഗദർ. ഹൂ മേഡ് ദിസ് സ്റ്റേറ്റ്മെന്റ്? അപ്പൊ ഓപ്ഷൻസ് നോക്കാം. ജോൺ എസ്റ്റിൻ ആണോ, വാൾട്ടർ ബെഗെഹോട്ട് ആണോ? വാൾട്ടർ ബെഗെഹോട്ട്, AV ഡൈസി, വില്യം ബ്ലാക്ക്സ്റ്റോൺ. സോ ദ കറക്റ്റ് ആൻസർ വാൾട്ടർ ബെഗെഹോട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ. വാൾട്ടർ ബെഗെഹോട്ട് ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ നമുക്ക് നോക്കാം, അദ്ദേഹത്തിന്റെ ഈ ഒരു കോട്ടിങ്ങിനെ കുറിച്ച് നമുക്കൊന്ന് വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഈ കോട്ടിങ്സിൽ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. വാൾട്ടർ ബെഗെഹോട്ട്, ദ മീനിങ് ഓഫ് ദ കോട്ട്, അദ്ദേഹം കൊണ്ടുവന്ന ഈ കോട്ടിങ്ങിന്റെ മീനിങ്സിനെ കുറിച്ച് നോക്കാം. ഇൻ ഹിസ് ക്ലാസിക് 1867 ബുക്ക് ദ ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, 1867 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ക്ലാസിക്കൽ ബുക്കായ ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ബുക്കിലൂടെയാണ് അദ്ദേഹം ബെഗെഹോട്ട് യൂസ്ഡ് ദിസ് വിവിഡ് മെറ്റാഫോർ ടു ഡിസ്ക്രൈബ് ദ ബ്രിട്ടീഷ് ക്യാബിനറ്റ് സിസ്റ്റം. അദ്ദേഹം ബ്രിട്ടീഷ് ക്യാബിനറ്റ് സിസ്റ്റത്തെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ബ്രിട്ടീഷ് ക്യാബിനറ്റ് സിസ്റ്റത്തെ വളരെ വ്യക്തപൂർവ്വമായിട്ട് ഉജ്ജ്വലമായിട്ട് ഒരു മെറ്റാഫോറിലൂടെ അദ്ദേഹം വിവരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഹി ആർഗ്യൂ ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് strict separation of the power like United States, British system relies on the close union and nearly complete fusion of the executive, legislative branches, which the cabinet serving as the connecting link. ഒരു ക്യാബിനറ്റ് എന്ന് പറയുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക്, അതായത് എക്സിക്യൂട്ടീവിന്റെയും ലെജിസ്ലേറ്റീവിന്റെയും ഒരു കണക്റ്റിംഗ് ലിങ്ക് പോലെ പ്രവർത്തിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ക്യാബിനറ്റ് സിസ്റ്റം എന്ന്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ക്യാബിനറ്റ് സിസ്റ്റം എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? വാൾട്ടർ ബെഗെഹോട്ട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് അധികാരങ്ങളുടെ ഒരു കർക്കശമായിട്ടുള്ള ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട്. അത് ഈ ആർഗ്യൂഡ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് പവറിൽ ഒരു ഇൻസ്റ്റെഡ് ഓഫ് സ്ട്രിക്റ്റ് സെപ്പറേഷൻ വന്നിരിക്കുകയാണ്. ലൈക്ക് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ പോലെ എവിടെ? ബ്രിട്ടീഷ് ക്യാബിനറ്റിലും. ബ്രിട്ടീഷ് സിസ്റ്റം റിലൈസ് ഓൺ ക്ലോസ് യൂണിയൻ ആൻഡ് നിയർലി കംപ്ലീറ്റ് ഫ്യൂഷൻ. അതായത് ബ്രിട്ടീഷ് ക്യാബിനറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ക്ലോസ് യൂണിയനും നിയർലി കംപ്ലീറ്റ് ഫ്യൂഷനുമാണ്. എന്തിന്റെ ഫ്യൂഷൻ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഈ ലെജിസ്ലേറ്റീവിന്റെയും എക്സിക്യൂട്ടീവിന്റെയും ബ്രാഞ്ചസുകൾ ചേർന്നിട്ടുള്ള ഒരു ഫ്യൂഷനാണ്. ദ ക്യാബിനറ്റ് സെർവിങ് ആസ് ദ കണക്ടിംഗ്. ഇപ്പൊ ക്യാബിനറ്റ് സെർവ് ചെയ്യുന്നത് എക്സിക്യൂട്ടീവിന്റെയും ലെജിസ്ലേറ്റീവിന്റെയും ഒരു കണക്ടിംഗ് ലിങ്ക് പോലെ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ക്യാബിനറ്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്യാബിനറ്റ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? വാൾട്ടർ ബെഗെഹോട്ട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.
മനസ്സിലായി. അതായത് ലെജിസ്ലേറ്റീവിന്റെയും എക്സിക്യൂട്ടീവിന്റെ ഒരു കണക്ട് ലിങ്ക് പോലെ പ്രവർത്തിക്കുന്നതാണ് ക്യാബിനറ്റ് സിസ്റ്റം. ബ്രിട്ടീഷ് ക്യാബിനറ്റ് സിസ്റ്റം ഈസ് ലൈക്ക് ആരെ പോലെയാണെന്നും പറഞ്ഞിട്ടുണ്ട്, ഈസ് ലൈക്ക് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പോലെ തന്നെയാണ് എന്ന് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അധികാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ പോലെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ അധികാരത്തിന്റെ ഒരു വേർതിരിവ്, സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് പവർ എന്നുകൂടി അവര് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആ കോട്ടിങ്സിന്റെ മീനിങ് മനസ്സിലായി. ഇനി ജോൺ എസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹിസ് പെർസ്പെക്റ്റീവ്സ് എ പ്രോമിനന്റ് 19th സെഞ്ചുറി ഇംഗ്ലീഷ് ലീഗൽ ഫിലോസഫർ ആയിരുന്നു ജോൺ എസ്റ്റിൻ, ഹു ഈസ് റിഗാർഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് ദി സ്കൂൾ ഓഫ് അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസ് എന്ന സ്കൂളിന്റെ ഒരു ഫൗണ്ടർ കൂടിയായിരുന്നു ജോൺ എസ്റ്റിൻ. അപ്പോൾ അദ്ദേഹം ഒരു ലീഗൽ ഫിലോസഫർ ആണ്, who is regarded as the founder of the school of analytical jurisprudence. His key contributions, he is the best known for the comment theory of legal sovereignty. അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഹിസ് ദ ബെസ്റ്റ് നോൺ ഫോർ ഹിസ് കമന്റ്, അദ്ദേഹത്തിന്റെ ഒരു കമന്റ് തിയറി ആയിരുന്നു ലീഗൽ സോവർണിറ്റി എന്നറിയപ്പെടുന്ന ഒരു കമന്റ് തിയറി. ആ ഒരു ലീഗൽ സോവർണിറ്റി എന്നറിയപ്പെടുന്ന കമന്റ് തിയറിയിൽ അദ്ദേഹം ജോൺ എസ്റ്റിൻ ഡിഫൈൻ ലോ സ്ട്രിക്ട്ലി ആസ് ദ കമന്റ് ഓർ സോവറിൻ backed by the treat of sanction, the fusing heavily on legal absolutism rather than operational mechanism of the cabinet. അപ്പോൾ അദ്ദേഹം നമ്മൾ ജോൺ എസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിയമപരമായ ഒരു പരമാധികാരത്തെ കുറിച്ചിട്ട് തന്റെ ഒരു കമാൻഡ് സിദ്ധാന്തത്തിലൂടെ നിയമപരമായിട്ടുള്ള പരമാധികാരം എങ്ങനെ വരണമെന്ന് തന്റെ കമാൻഡ് സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കമാൻഡ് ഫോർ ദ സോവറിൻ ബാക്ക്ഡ് ബൈ ദ ട്രീറ്റ് ഓഫ് സാങ്ഷൻ അല്ലെ. നിയമപരമായിട്ടുള്ള ഒരു പരമാധികാരത്തെ കുറിച്ചുള്ള തന്റെ കമാൻഡ് സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം അറിയപ്പെടുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. ഓസ്റ്റിനെ അദ്ദേഹം നിയമത്തെ കർക്കശ്യമായിട്ട് അദ്ദേഹം നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ആസ്റ്റിൻ ഡിഫൈൻ ലോ സ്ട്രിക്ട്ലി വളരെ സ്ട്രിക്ട്ലി അദ്ദേഹം ഡിമാൻഡ് ചെയ്തിരിക്കുന്ന കമാൻഡ് ഓഫ് ദ സോവറിൻ ബാക്ക്ഡ് ബൈ ദ ത്രിറ്റ് ഓഫ് സാങ്ഷൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഒരു പരമാധികാരിയുടെ കമാൻഡ് എങ്ങനെയായിരിക്കണം? കമാൻഡ് ഓഫ് ദ സോവറിൻ ബാക്ക്ഡ് ബൈ ദ ട്രീറ്റ് ഓഫ് സാങ്ഷൻ. ഒരു പരമാധികാരിയുടെ കമാൻഡിന് എങ്ങനെയാണ് അനുമതി കൊടുക്കുന്നത്? ഭീഷണിയാലുള്ള അനുമതി ഭീഷണിയാൽ പിന്തുണയ്ക്കപ്പെടുന്ന ഒരു പരമാധികാരിയുടെ കമാൻഡ്. അനുമതി ഭീഷണിയാലാണ് അല്ലെ. അനുമതി നേടിയെടുക്കുന്ന എന്തിലാണ്? ഭീഷണിയാൽ. കമാൻഡ് ഫോർ സോവറിൻ ബാക്ക്ഡ് ബൈ ദ ട്രീറ്റ് ഓഫ് സാങ്ഷൻ. ഒരു സാങ്ഷൻ എടുക്കണമെങ്കിൽ, അനുമതി എടുക്കണമെങ്കിൽ ഭീഷണിയാൽ പിന്തുണയ്ക്കപ്പെടുന്ന ഒരു പരമാധികാരിയുടെ ഒരു ഭീഷണി കൊടുത്ത് അങ്ങനെ നമ്മൾ പരമാധികാരം നേടിയെടുക്കുന്ന ആ പരമാധികാരിയുടെ കമാൻഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. എന്ന് പറയുമ്പോൾ ഈ ഫോക്കസിങ് ഹെവലി ആ ലീഗൽ അബ്സല്യൂട്ടം റാദർ ദാൻ ഓപ്പറേഷണൽ മെക്കാനിസം ഓഫ് ദ ക്യാബിനറ്റ്. ഒരു മന്ത്രിസഭയുടെ പ്രവർത്തനത്തെ അധികം മെക്കാനിസത്തെക്കാൾ നിയമപരമായ സമ്പൂർണതയിൽക്ക് അദ്ദേഹം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്ന് പറയുമ്പോൾ ഒരു മന്ത്രിസഭയുടെ പ്രവർത്തനത്തെക്കാൾ അദ്ദേഹം പ്രാധാന്യം കൊടുത്ത് എന്തിനാണ്? നിയമപരമായിട്ടുള്ള സമ്പൂർണതകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. എടുത്ത് പഠിക്കണം. ഈ ഫോക്കസിങ് ഹെവലി ലീഗൽ അബ്സല്യൂട്ടസിനെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് റാദർ ദാൻ ഓപ്പറേഷണൽ മെക്കാനിസം ഓഫ് ദ ക്യാബിനറ്റ്. ഒരു മന്ത്രിസഭയുടെ ഓപ്പറേഷൻ മെക്കാനിസത്തെക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നിയമപരമായിട്ടുള്ള ലീഗൽ അബ്സല്യൂട്ടസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും കൂടി അദ്ദേഹം എന്ത് ചെയ്തു? പറഞ്ഞുപോയി. അദ്ദേഹം വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു പോയത്. അദ്ദേഹം എന്താണ് വിമർശിച്ചത്? നമ്മളൊരു അനുമതി, അതായത് ഒരു ഭീഷണിയാലുള്ള അനുമതിയെ പിന്തുണയ്ക്കപ്പെടുന്ന ഒരു പരമാധികാരിയുടെ കമാൻഡ്. ഒരു പരമാധികാരിയുടെ കമാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? അയാൾ കമാൻഡ് കൊടുക്കണമെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള അനുമതിയാണ് അല്ലെ. ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള അനുമതി നേടി അതിൽ പിന്തുണപ്പെടുന്ന ഒരു പരമാധികാരിയുടെ കമാൻഡാണ്. ഓക്കെ, അങ്ങനെയാണ് പിന്തുണ നേടിയെടുക്കുന്നത് ഒരു ഭരണാധികാരി, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എന്നുള്ള കമാൻഡ് ഓഫ് സോവറിൻ ബാക്ക്ഡ് ബൈ ദ ത്രിറ്റ് ഓഫ് സാങ്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം വിമർശിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. മറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാം, ഒരു രാഷ്ട്രത്തിന്റെ ഓപ്പറേഷണൽ മെക്കാനിസത്തെക്കാട്ടിലും ഒരു ക്യാബിനറ്റിന്റെ ഓപ്പറേഷണൽ മെക്കാനിസത്തെക്കാട്ടിലും ഞാൻ താല്പര്യപ്പെടുന്നത് ലീഗൽ അബ്സല്യൂട്ടിസത്തിനാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ഓക്കെ, ഇതാണ് ജോൺ എസ്റ്റിന്റെ ചില പ്രധാനപ്പെട്ട കോട്ടിങ്സുകൾ. ഇനി നമ്മൾ എ വി ഡെയ്സിയെ കുറിച്ച് പറഞ്ഞു പോവുകയാണ്. എ വി ഡെയ്സി, ആൽബർട്ട് വെയിൻ ഡെയ്സി എന്നാണ് അവരുടെ പൂർണ്ണമായ നാമം. എ വി ഡെയ്സി, ആൽബർട്ട് വെയിൻ ഡെയ്സി. ഈസ് പെർസ്പെക്റ്റീവ്സ്, ഇവരുടെ വീക്ഷണഗതികൾ. എ ബ്രിട്ടീഷ് വിങ് ജൂറിസ്റ്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ തിയോറിസ്റ്റ് ആയിരുന്നു ആരെന്നറിയപ്പെടുന്നത്? എ വി ഡെയ്സി. ഹൂ റോട്ട് ദ ഹൈലി ഇൻഫ്ലുവൻറ്റിക്കൽ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ദ ലോ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അവര് സ്റ്റഡി ഓഫ് ലോ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് വളരെ ഇൻഫ്ലുവൻറ്റായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. ആരാ? എ വി ഡെയ്സി. ഹിസ് കീ കോൺട്രിബ്യൂഷൻ. ഡെയ്സി സെലിബ്രേറ്റഡ് ഫോർ ദ കോഡിഫൈങ് റൂൾ ഓഫ് ലോ. അപ്പൊ റൂൾ ഓഫ് ലോയെ കോഡിഫൈങ് ചെയ്തിട്ടുള്ളത് ആരാണ്? ഡെയ്സി. വിച്ച് ഡിറ്റക്ട് ദാറ്റ് നോൺ ഈസ് എബോവ് ദ ലോ. ആരും ലോയ്ക്ക് മുകളിലായിട്ട് ആരും വരുന്നില്ല. ദാറ്റ് അഡ്മിനിസ്ട്രേറ്റിംഗ് പവർ മസ്റ്റ് ബി കൺസ്ട്രൈൻഡ്. He also popularized the concept of parliamentary sovereignty, the idea that Parliament has the absolute legal power to make and unmake any law.
പാർലമെന്റിന്റെ പരമാധികാരത്തെ കുറിച്ചിട്ടാണ് അവർ പറഞ്ഞു പോയിരിക്കുന്നത്. നിങ്ങൾ നിയമവാഴ്ച എങ്ങനെ ക്രോഡീകരിക്കുന്നു എന്നതിനെ കുറിച്ച് അവർ പറഞ്ഞു. ഒരു നിയമവാഴ്ച എങ്ങനെ നമുക്ക് ക്രോഡീകരിക്കാം, അതിന്റെ പ്രാധാന്യം എന്താണ്. പിന്നെ ഡെയ്സി സെലിബ്രേറ്റ് ദ കോഡിഫൈങ് ദ റൂൾ ഓഫ് ലോ വിച്ച് ഡിക്റ്റേറ്റ് ദാറ്റ് നോ നീസ് എബോ ദ ലോ. പിന്നെ അവരെടുത്ത് പറയുന്നു, ഭരണത്തിന്റെ മുന്നിൽ ഭരണത്തിന്റെ നിയമത്തിനും ഭരണപരമായ അധികാരത്തിനും എന്തുണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട് അല്ലെ. ഒരു നിയമത്തിനും ഭരണപരമായിട്ടുള്ള അധികാരത്തിനും ഒക്കെ തന്നെ ചില നിയന്ത്രണങ്ങളുണ്ട്. നമ്മൾ പല ക്ലാസ്സുകളിലും ആ നിയന്ത്രണങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ടും അബ്സല്യൂട്ടറി ആയിട്ടുള്ള ഒരു പവർ ഒരു രാഷ്ട്രത്തിനും ഇല്ല. ഉണ്ടോ? അബ്സല്യൂട്ടറി ആയിട്ടുള്ള ഒരു പവർ ഒരു രാഷ്ട്രത്തിനും ഇല്ല. പല നിയന്ത്രണങ്ങളും പല രാഷ്ട്രങ്ങൾക്കും ഉണ്ട്. ആ നിയന്ത്രണങ്ങളെ കുറിച്ച് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പലപ്പോഴായിട്ട് പറഞ്ഞു പോയിട്ടുമുണ്ട്, പല ക്ലാസ്സുകൾ. പാർലമെന്ററി പരമാധികാരം എന്ന് പറയുമ്പോൾ അന്ന് ആശയം ജനപ്രിയമാക്കാൻ വേണ്ടിയിട്ട്, അതായത് ജനപ്രിയമാക്കിക്കൊണ്ട് പാർലമെന്റിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ആശയം ഡേയ്സി കൊണ്ടുവന്നു. പാർലമെന്റിന്റെ ഒരു സമ്പൂർണ്ണ, അതൊരു ജനപ്രിയമാക്കാൻ അവർ ഉദ്ദേശിച്ചു. ഹി ആൾസോ പോപ്പുലറൈസ് ദ കോൺസെപ്റ്റ് ഓഫ് പാർലമെന്ററി സോവറിനിറ്റിയെ പോപ്പുലറൈസ് ആക്കുകയും ദ ഐഡിയ ദാറ്റ് പാർലമെന്റ് ഹാസ് ദ അബ്സല്യൂട്ട് ലീഗൽ പവർ, പാർലമെന്റിന് ഒരു അബ്സല്യൂട്ട് ലീഗൽ പവർ ഉണ്ടെന്ന് അവർ വാദിച്ചു. ടു മേക്ക് ആൻഡ് അൺമേക്ക് എനി ലോ, ഏതൊരു നിയമവും നടപ്പിൽ വരുത്തുന്നതിനും നിർമ്മിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു പരമാധികാരം ആർക്കുണ്ട്? പാർലമെന്റിനുണ്ട്. സോവറിൻ പവർ ഓഫ് ദ പാർലമെന്റ് എന്നറിയപ്പെടുന്ന കോൺസെപ്റ്റിനെ വളരെയധികം പോപ്പുലറൈസ് ആക്കി മാറ്റിയത് എ.വി. ഡൈസി ആയിരുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ പോയിന്റുകളും ഓരോ നമ്മൾ ഓപ്ഷൻസുകളും നിങ്ങൾ പഠിച്ചു. ഇനി വില്യം ബ്ലാക്ക്സ്റ്റോണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹിസ് പെർസ്പെക്റ്റീവ്സ്. 18th സെഞ്ചുറി ഇംഗ്ലീഷ് ജൂറിസ്റ്റ്, ജഡ്ജ് ആൻഡ് തിയറി പൊളിറ്റീഷ്യൻ, ടോറി പൊളിറ്റീഷ്യൻ ആയിരുന്നു. വാസ് കമന്ററീസ് ഓൺ ദ ലോ ഓഫ് ഇംഗ്ലണ്ട്. ഇവരുടെ കമന്ററീസ് ലോ ഓഫ് ഇംഗ്ലണ്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് കമന്ററികളൊക്കെ അവർ എഴുതി. 1765 to 1769 became the definitive source book for English common law. കീ കോൺട്രിബ്യൂഷൻ. അൺലൈക്ക് ബെഗഹോട്ടിൽ നിന്ന് ബെഗഹോട്ടിനെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടല്ലോ. ബെഗഹോട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബ്ലാക്ക്സ്റ്റോൺ wrote a time when the myth of the strict separation of the powers and checks the balance between king and lords commons was still the dominant view. His work deeply influenced the farmers and United States Constitution. ഫ്രൈമേഴ്സ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രൈമേഴ്സിനെ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഒരുപാട് വർക്കുകൾ. അദ്ദേഹം കൊണ്ടുവന്ന ഒരുപാട് രചനകളൊക്കെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രൈമേഴ്സിന് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിട്ടുണ്ട്. മനസ്സിലായി. അദ്ദേഹത്തെ 18ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് ജൂറിസ്റ്റും ഒരു ജഡ്ജും ഒരു ടോറി പൊളിറ്റീഷ്യനും ഒക്കെ ആരെന്നറിയപ്പെടുന്ന വില്യം ബ്ലാക്ക്സ്റ്റോൺ. അദ്ദേഹത്തിന്റെ കമന്ററീസുകൾ ഉണ്ടല്ലോ ഓൺ ദ ലോ ഓഫ് ഇംഗ്ലണ്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കമന്ററികൾ വളരെയധികം പ്രഗത്ഭമാണ്. ആ കമന്ററീസുകളിലൂടെ അദ്ദേഹം ഡെഫിനിറ്റീവ് സോഴ്സ് ബുക്ക് ഓഫ് ദി ഇംഗ്ലീഷ് കോമൺ ലോ, ഒരു ഡെഫിനിറ്റീവ് സോഴ്സ് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് കോമൺ ലോ അദ്ദേഹം കൊണ്ടുവരികയുണ്ടായിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സംഭാവന എന്നറിയപ്പെടുന്നത്. അപ്പൊ 1764 1769 ഇംഗ്ലീഷിലെ ഒരു പൊതു നിയമത്തിന്റെ നിയമത്തിന്റെ നിർണായകമായിട്ടുള്ള ഉറവിടമായിട്ട് അദ്ദേഹത്തിന് ഒരു ലോ അദ്ദേഹം കൊണ്ടുവന്നത്. അതാണ് ലോ ഓഫ് ഇംഗ്ലണ്ട് എന്ന്. കമന്ററീസ് ഓഫ് ലോ ഓഫ് ഇംഗ്ലണ്ട് ബിക്കം ദ ഡെഫിനിറ്റീവ് സോഴ്സ് ബുക്ക് ഓഫ് ദി ഇംഗ്ലീഷ് കോമൺ ലോ. ഡെഫിനിറ്റീവ് സോഴ്സ് ബുക്ക് ഇംഗ്ലീഷ് കോമൺ ലോയുടെ ഒരു ഡെഫിനിറ്റീവ് സോഴ്സ് ബുക്കായിട്ട് ഈ സോഴ്സ് ഓഫ് കോമൺ ലോനെ നമുക്ക് എന്ത് ചെയ്യാം? ലോ ഓഫ് ലോ ഓഫ് ഇംഗ്ലണ്ടിനെ നമുക്ക് കാണാം. ഇനി അദ്ദേഹത്തിന്റെ കീ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേക്ക് ബെഗഹോട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായ ബ്ലാക്ക്സ്റ്റോൺ റോട്ട് അറ്റ് ദ ടൈം, അദ്ദേഹം എഴുതിയ ആ സമയത്ത്, മിത്ത് ഓഫ് ദ സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് ദ പവർ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ബെഗഹോട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലോർഡ്, കോമൺസ് ഇവർ തമ്മിലുള്ള അധികാരങ്ങളുടെയും പരിശോധനകളുടെയും ഒരു സന്തുലനാവസ്ഥയെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം വേർതിരിച്ച് കാണിക്കുകയും പലപ്പോഴും അദ്ദേഹം എഴുതിയ സമയത്ത് ദ മിത്ത് ഓഫ് ദ സ്ട്രിക്റ്റ് സെപ്പറേഷൻ, ഇതിലൊരു സ്ട്രിക്റ്റ് സെപ്പറേഷൻ അദ്ദേഹം കൊണ്ടുവന്നു. ആരൊക്കെ? പവർ ആൻഡ് ചെക്കോ ബാലൻസ് ബിറ്റ്വീൻ കിങ്സ്, ലോർഡ് ആൻഡ് കോമൺ വാർ സ്റ്റിൽ ദ ഡോമിനന്റ് വ്യൂ. അല്ലെ, അദ്ദേഹം പറയുന്നത് വെച്ചാൽ കോമൺസും അല്ലെങ്കിൽ രാജാവും ലോർഡും കോമൺസും തമ്മിലുള്ള അധികാരങ്ങളുടെയും പരിശോധനകളുടെയും ഒക്കെ തന്നെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ്, കർക്കശമായ വേർതിരിവിന്റെ ഒരു മിത്ത് പലപ്പോഴും പ്രബലമായ അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മിത്സുകളൊക്കെ തന്നെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. ആ ഒരു ഭീഷണഗതിയുടെ സമയത്താണ് ഈ ബ്ലാക്ക്സ്റ്റോൺ അദ്ദേഹത്തിന്റെ രചനകൾ എഴുതിയിരുന്നത്. എന്നുവെച്ചൊരു മിത്തുകൾ പോലെ ഈ ഒരു കാലഘട്ടത്തിന്റെ അധികാരങ്ങളെ കുറിച്ച്, കോമൺസും ലാസിന്റെ ഇവർ തമ്മിലുള്ള അധികാരത്തിന്റെ ആ ഒരു സന്തുലനാവസ്ഥ ുള്ള ഒരു വേർതിരിവ്, അല്ലെ, രാജാവും പ്രജയും തമ്മിലുള്ള അധികാരത്തിന്റെ വേർതിരിവുണ്ടല്ലോ, ആ ഒരു മിത്സ് ഉണ്ടോ? അത്തരത്തിലുള്ള മിത്സുകളും വ്യൂ പോയിന്റ്സുകളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ വില്യം ബ്ലാക്ക്സ്റ്റോൺ നിരവധി രചനകൾ നടത്തിയത്. അൺലൈക്ക് ബെഗോഹോട്ട്, ബ്ലാക്ക്സ്റ്റോൺ റോട്ട് അറ്റ് ദ ടൈം വെൻ ദ മിത്ത് ഓഫ് ദ സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് പവർ. അതായത് അധികാരത്തെ നമ്മൾ വേർതിരിച്ചിരുന്നത് എങ്ങനെയാണ്? ലൈക്ക് ചെക്ക് ഓഫ് ബാലൻസ് ബിറ്റ്വീൻ, ആരൊക്കെ തമ്മിലുള്ള ഒരു ബാലൻസ്, കിങ്ങും ലോർഡും കോമൺസും വാസ് സ്റ്റിൽ ഇൻ ഡോമിനന്റ് വ്യൂ. അങ്ങനെ ഒരു കാഴ്ചപ്പാടുകളൊക്കെ
എന്താ പറയുന്ന അധികാര വികേന്ദ്രീകരണം, പിന്നെ സ്ട്രിക്റ്റ് സെപ്പറേഷൻ ഓഫ് പവർ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ തന്റെ രചനകൾ എഴുതിയത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ രചനകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിമേഴ്സിന് വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് വില്യം ബ്ലാക്ക്സ്റ്റോണിന്റെ രചനകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടി എന്ത് ചെയ്യാം, ഒന്ന് കടന്നു പോകാം. അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ പഠിച്ചു പോകേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ മൊഡ്യൂളുകൾ പഠിക്കാം. മൊഡ്യൂളുകൾ പഠിക്കുമ്പോഴും അതിന്റെ അകത്തും ഓരോ ടോപ്പിക്സ് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഓരോ ടോപ്പിക്സുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളും വിത്ത് എക്സ്പ്ലനേഷൻസുകളുമാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകേണ്ടിയിട്ടുള്ളത്. ഒന്നുപോലും നമുക്ക് ഒരു മൊഡ്യൂൾ പോലും അവോയ്ഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം എന്താ പറയുന്നതിന്റെ പ്രാധാന്യം, എക്സാമിനേഷന്റെ പ്രാധാന്യം തന്നെ നഷ്ടപ്പെടും. ഓക്കെ, ഇനി ഹൂ അമംഗ് ദ ഫോളോയിങ് വാസ് നോട്ട് എ മെമ്പർ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പർ അല്ലാത്ത വ്യക്തി ആരാണ് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഹൂ അമംഗ് ദ ഫോളോയിങ് വാസ് നോട്ട് എ മെമ്പർ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ ഡ്രാഫ്റ്റ്, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് കമ്മിറ്റികളുണ്ട്. അതിൽ ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പർ അല്ലാത്തതാര്? ഓപ്ഷൻ നോക്കാം. ശ്രീ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ, ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഡി ശ്രീ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. സോ ദ കറക്റ്റ് ആൻസർ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ ഒന്ന് നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടും. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഈസ് ദ കറക്റ്റ് ആൻസർ. അദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ എന്താ പറയുന്ന മെമ്പർ അല്ലായിരുന്നു. ഇനി നമുക്ക് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പോയിന്റുകളിലേക്ക് ഒന്ന് പഠിച്ചു പോകാം. The person who was not the member of the drafting committee was Dr. Rajendra Prasad. His actual role, അദ്ദേഹത്തിന്റെ യഥാർത്ഥ റോള് നമ്മൾ നോക്കുകയാണെങ്കിൽ, he was the president of the Constitution Assemblyയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഈ elected president ആയിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ടു 1946 അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ പ്രസിഡന്റ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഡിസംബർ 11, 1946. ഇനി അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് നടത്താം. Well, he headed the entire assembly that debated and adopted the constitution. He was not the member of the specific 7-member of the drafting committee that was tasked with writing the actual text. He did, however, head other important panels like the rules of procedure committee and steering committee. ഇനി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ എന്താ പറയുന്നത്, നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ യഥാർത്ഥ തലവൻ എന്ന് അറിയപ്പെടുന്ന ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. പിന്നെ വെൽ ഹി ഹെഡഡ് ദ എൻറ്റയർ അസംബ്ലി ദാറ്റ് ഡെബിറ്റഡ് ആൻഡ് അഡോപ്റ്റഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ ഭരണഘടന അംഗീകരിച്ച മുഴുവൻ അസംബ്ലിയുടെയും എൻറ്റയർ അസംബ്ലിയുടെയും തലവനായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് തന്നെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണെങ്കിൽ ഹി വാസ് നോട്ട് ദ മെമ്പർ ഓഫ് സ്പെസിഫിക് 7-member കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ടല്ലോ, അതായത് 7 members ഉൾപ്പെട്ട ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഒരു മെമ്പർ ആയിരുന്നില്ല അദ്ദേഹം. ദാറ്റ് വാസ് ടാസ്ക്ഡ് വിത്ത് റൈറ്റിംഗ് ദി ആക്ച്വൽ ടെസ്റ്റ്. മനസ്സിലായിട്ടുണ്ടല്ലോ? എന്നിരുന്നാലും ചില നിയമ നടപടിക്രമങ്ങളുടെ മായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റു ചില കമ്മിറ്റികളുണ്ട്. അതായത് സ്റ്റിയറിംഗ് കമ്മിറ്റി, അതുപോലെ തന്നെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റിയിലൊക്കെ തന്നെ ആര് മെമ്പറായിട്ടുണ്ട്? രാജേന്ദ്ര പ്രസാദ് മെമ്പറായിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടല്ലോ? പക്ഷെ അദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മെമ്പർ ആയിരുന്നില്ല എങ്കിൽ തന്നെയും എന്താ പറയുന്ന നടപടിക്രമങ്ങളുടെ കമ്മിറ്റി, അതിനെയാണ് നമ്മൾ പ്രൊസീജിയർ കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയിലും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും ഒക്കെ തന്നെ അദ്ദേഹം മെമ്പർ ആയിട്ടുണ്ട്. ബട്ട് ഈസ് നോട്ട് ദ മെമ്പർ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ചിലപ്പോൾ അതെല്ലാം ചോദിക്കും. സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയിലും ആര് മെമ്പർ ആയിട്ടുണ്ട്? ഡോക്ടർ രാജേന്ദ്ര. പിന്നെ അദ്ദേഹം ഏത് വർഷമാണ് ഇലക്ടഡ് ആയിട്ടുള്ളത്? 1946 ഡിസംബർ 11. അത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇനി നമുക്ക് നോക്കാം. ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹീസ് റോൾ, ഹി വാസ് എൻ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇദ്ദേഹത്തെയാണ് ഈ അപ്പോയിന്റഡ് ഓൺ എന്നാണ് ഓഗസ്റ്റ് 29, 1947. ഇനി വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ആസ് എ ഫാദർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റിയർഡ് ദ ഡ്രാഫ്റ്റിംഗ് പ്രോസസ്, ഡിഫെൻഡഡ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ഫ്ലോർ ഓഫ് ദ അസംബ്ലി ആൻഡ് എൻഷുർ ദ ഇൻക്ലൂഷൻ ഓഫ് വിച്വൽ സോഷ്യൽ ഇൻഡസ്ട്രീസ് ഓഫ് ദ സേഫ് ഗാർഡ്. അപ്പോൾ അദ്ദേഹത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിനെയാണ്. അദ്ദേഹത്തെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നെ ചില നിയമവ്യവസ്ഥകൾ അദ്ദേഹം പ്രതിരോധിച്ചു, നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കി. ഡിഫെൻഡ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ഫ്ലോർ ഓഫ് ദ അസംബ്ലി. ചില നിയമവ്യവസ്ഥകൾ കൊണ്ടുവരുന്നതിൽ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പ്രതിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. കൂടാതെ ആൻഡ് എൻഷുർ ദി ഇൻക്ലൂഷൻ വിച്വൽ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സേഫ് ഗാർഡ്. സാമൂഹ്യ നീതിയുടെ ചില സുപ്രധാനമായ സംരക്ഷണങ്ങൾ ഉൾപ്പാക്കുന്നതിൽ അദ്ദേഹം ഉറപ്പുവരുത്തുന്നതിൽ അദ്ദേഹം മുന്നിട്ട് നിന്നു. ആരാ?
ഡോക്ടർ ബി ആർ അംബേദ്കർ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഹി ഡിഫെൻഡഡ് ദ പ്രൊവിഷൻസ് ഓഫ് ഫ്ലോർ ഓഫ് ദ അസംബ്ലി ആൻഡ് എൻഷുർ ദ ഇൻക്ലൂഷൻ ഓഫ് വിറ്റൽ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സേഫ് ഗാർഡ്. സാമൂഹ്യ നീതിയുടെ ചില സുപ്രധാനമായ സംരക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ അദ്ദേഹം ഉറപ്പ് കൊടുത്തതിൽ പ്രമുഖ സ്ഥാനം വഹിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ അംബേദ്കറിനെ എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ശ്രീ ഗോപാലസ്വാമി അയ്യങ്കാറിനെയാണ് നമ്മൾ ഇനി അത് പഠിക്കാൻ പോകുന്നത്. ഹിസ് റോൾ, ഹി വാസ് എൻ കോർ മെമ്പർ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പർ ആയിരുന്നു. ഇനി ഹി സെക്കൻഡ് എന്താ പറയുന്നത് സീസൺഡ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ദ ജമ്മു. ഈ സീസൺഡ് അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹം ഒരു സീസൺഡ് അഡ്മിനിസ്ട്രേറ്ററും ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു, നാട്ടുരാജ്യമായിരുന്നു ജമ്മു കാശ്മീരിലെ ഫോർമർ പ്രൈം മിനിസ്റ്ററും കൂടിയായിരുന്നു ഗോപാലസ്വാമി അയ്യങ്കർ. അയ്യങ്കർ പ്ലേഡ് മൊമെന്റൽ റോൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്കഷൻസിലൊക്കെ ഒരു മൊമെന്റൽ ആയിട്ടുള്ള റോൾ പങ്കുവച്ച ഒരു വ്യക്തിയായിരുന്നു അയ്യങ്കാർ. ഈസ് പർട്ടിക്കുലർലി റെക്കമെൻഡഡ് ഫോർ ദ ഡ്രാഫ്റ്റിംഗ് ആർട്ടിക്കിൾ 370 വിച്ച് ഗ്യാരണ്ടീഡ് സ്പെഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. അതായത് നമുക്ക് നോക്കാം. ഇനി അയ്യങ്കാറിനെ കുറിച്ച് വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ജമ്മു കാശ്മീർ എന്ന പ്രിൻസ്ലി സ്റ്റേറ്റിലെ മുൻ പ്രധാനമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. പിന്നെ ഭരണഘടനാ ചർച്ചകൾ അദ്ദേഹം ഒരു വലിയ പങ്ക് വഹിച്ചു. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തയ്യാറാക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു മൊമെന്റിലായിരുന്നു. വെച്ചാൽ അദ്ദേഹം ഒരു പ്രത്യേകമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ വളരെ അത്യാവശ്യമാണ്. കാര്യം അത്രയധികം അദ്ദേഹം പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. പിന്നെ ജമ്മു കാശ്മീരിന് ഒരു പ്രത്യേക പദവി നൽകിയ എന്താ പറയുന്നത് 370 എന്ന ആർട്ടിക്കിൾ നമ്മൾ ഗോപാലസ്വാമി അയ്യങ്കാറിനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ പർട്ടിക്കുലറിൽ റിമെമ്പേർഡ് ഫോർ ദ ഡ്രാഫ്റ്റിംഗ് ആർട്ടിക്കിൾ 370 വിച്ച് ഗ്യാരണ്ടീഡ് സ്പെഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാര പദവി കൊടുക്കുന്ന ഒരു ആർട്ടിക്കിളാണ് 370. ഈ ഒരു ആർട്ടിക്കിളിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഗോപാലസ്വാമി അയ്യങ്കാറാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന പോലെ ചിലർ പഠിക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട് ആർട്ടിക്കിൾ 370 ഇപ്പോൾ പ്രാബല്യത്തിലുണ്ടോ? ആക്ച്വലി ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി കൊടുക്കുന്ന ആർട്ടിക്കിൾ ആണെങ്കിലും ഈ ആർട്ടിക്കിൾ 37 ഇന്നിപ്പോ 370 ഇന്ന് എന്ത് പറയുന്നത് ഇന്ന് പ്രാബല്യത്തിൽ ഇല്ല. ബിക്കോസ് 2009 ഓഗസ്റ്റ് 5-ന് അപ്പൊ 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിവോക്ക് ചെയ്യപ്പെട്ടു. റിവോക്ക്ഡ് ആർട്ടിക്കിൾ 370. റിവോക്ക്ഡ് ആർട്ടിക്കിൾ ഓഫ് 370 വയ പ്രസിഡൻഷ്യൽ ഒരു പ്രസിഡന്റിന്റെ ഓർഡറോട് കൂടിയിട്ട് 2019 ഓഗസ്റ്റ് 15-ാം തീയതി ആർട്ടിക്കിൾ 370-നെ നിർത്തലാക്കി, റിവോക്കഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആക്ഷൻ ഇന്റഗ്രേറ്റഡ് ജമ്മു ആൻഡ് കാശ്മീർ ഫുള്ളി ഇൻ ടു ദ റെസ്റ്റ് ഓഫ് ദ കൺട്രി. മനസ്സിലായിട്ടുണ്ടല്ലോ. എന്ന് മാത്രമല്ല ഇന്നിപ്പോ നമ്മൾ എന്ത് ചെയ്തു, ജമ്മു ആൻഡ് കാശ്മീരിനെ യൂണിയൻ ടെറിട്ടറി, ജമ്മു ആൻഡ് കാശ്മീരിനെ ലഡാക്കിനെ 2 പ്രത്യേക യൂണിയൻ ടെറിട്ടറി ആയിട്ട് വിഭജിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2019 ഓഗസ്റ്റ് 5-ന് രാഷ്ട്രപതിയുടെ പ്രത്യേകപരമായിട്ടുള്ള ഉത്തരവാദിത്തത്തോടു കൂടി ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും അങ്ങനെ ജമ്മു കാശ്മീരിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് പൂർണ്ണമായിട്ട് സംയോജിപ്പിക്കുന്ന എല്ലാ നിയമങ്ങളും ഈ മേഖലയ്ക്ക് നേരിട്ട് ബാധകമാവുകയും മറ്റു സംസ്ഥാനങ്ങളെ പോലെ തന്നെയായി മാറി. കൂടാതെ എല്ലാ നിയമങ്ങളും ഈ മേഖലയ്ക്ക് നേരിട്ട് ബാധകമാവുകയും അതിനെ തുടർന്ന് പിന്നെ ഈ സംസ്ഥാനത്ത് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് വിഭജിച്ചു ജമ്മു കാശ്മീർ. ഏതൊക്കെയാണ്? ഒന്ന് ലഡാക്കും മറ്റൊന്ന് ജമ്മു കാശ്മീരുമായിട്ട് അങ്ങനെ വിഭജിച്ചു. ഇതിന്റെ ഫലമായിട്ട് ഈ 370 ഇന്ന് പ്രാബല്യത്തിൽ ഇല്ല എന്നാണ് റദ്ദ് ചെയ്തതെന്ന് മറക്കരുത്. 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതി 2009 ഓഗസ്റ്റ് 5-നാണ്. ക്ലിയർ ആണേ? അപ്പൊ അത് നിങ്ങളൊന്ന് പഠിച്ചു പോകണം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ടിലും കൂടെ കടന്നു പോകാം. അടുത്തായിട്ട് ശ്രീ അല്ലാടി കൃഷ്ണസ്വാമി അയ്യറിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഹി വാസ് ദ കോർ മെമ്പർ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. പിന്നെ എമിനന്റ് ലീഗൽ ലുമിനറി ആൻഡ് ഫോർമർ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ മദ്രാസ് സ്റ്റേറ്റിന്റെ ഫോർമൽ ആയിട്ട് അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു. ഒരു ലീഗൽ ലൂമിനറി ആൻഡ് അദ്ദേഹം ഒരു എമിനന്റ് ആയിട്ടുള്ള ലീഗൽ ലൂമിനറി ആയിരുന്നു. ഫോർമൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ മദ്രാസ് സ്റ്റേറ്റ്. IR profound experts in the constitutional law, heavily influenced the provisions regarding fundamental rights and federal structure and judiciary. നമുക്കറിയാം അല്ലാടി കൃഷ്ണസ്വാമി അയ്യറിനെ കുറിച്ച് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു നിയമജ്ഞനും ഒരു മുൻ അഡ്വക്കേറ്റ് ജനറലും ഒക്കെ ആയിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ഭരണഘടനയുടെ നിയമവൈവിധ്യമുള്ള മൗലികാവകാശങ്ങളിലൊക്കെ നല്ല നിയമവൈവിധ്യമുള്ള ഒരു എക്സ്പെർട്ട് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹെവലി ഇൻഫ്ലുവൻസ് പ്രൊവിഷൻസ് റിഗാർഡിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഭരണഘടനാ നിയമത്തിൽ വളരെയധികം വൈവിധ്യമുള്ള മൗലിക അവകാശങ്ങളും ഫെഡറൽ ഭരണഘടനയും ജുഡീഷ്യറി എന്നിവയെക്കുറിച്ച് നല്ല ആഴത്തിൽ വ്യക്തമായ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രീ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ബിക്കേം ദ കോർ മെമ്പർ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഒരു കോർ മെമ്പർ ആയിരുന്നു ശ്രീ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് കടന്നു പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ് ദ UN കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റൽ ആൻഡ് ഡെവലപ്മെന്റ്, അതാണ് UNCED, വിച്ച് വാസ് ഹേൾഡ് ഇൻ റിയോ ഡി ജനീറിയോ. ഇത് നടന്നിട്ടുള്ളത് UN കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് വാസ് ഹേൾഡ് ഇൻ റിയോ ഡി ജനീറിയോയിൽ വെച്ചിട്ട് ജൂൺ 1992 നടന്നിട്ടുള്ളത്. ഈസ് ഓൾസോ റിഫേർഡ് ടു അസ്, ഇതിനെ അറിയപ്പെടുന്ന UNCED അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് അല്ലെ? UN കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് ഈസ് അതർവൈസ് നോൺ ആസ് എന്നാണ് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ കൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഇത് ഹേൾഡ് ചെയ്ത വർഷമൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈസ് ഹേൾഡ് ഇൻ റിയോ ഡി ജനീറിയോയില് ജൂൺ 1992 ഹേൾഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു കോൺഫറൻസ് നടന്നിട്ടുള്ളത്. ഈ കോൺഫറൻസിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഓപ്ഷൻ എ എർത്ത് സമ്മിറ്റ്, ഓപ്ഷൻ ബി പ്ലാനറ്റ് സമ്മിറ്റ്, ഓപ്ഷൻ സി മിലേനിയം സമ്മിറ്റ്, ഓപ്ഷൻ ഡി ഗ്ലോബൽ സമ്മിറ്റ്. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. എർത്ത് സമ്മിറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി എന്താണ് ഈ എർത്ത് സമ്മിറ്റിനെ കുറിച്ച് നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ്, ഇറ്റ് ഈസ് ഹേൾഡ് ഇൻ റിയോ ഡി ജനീറിയോ, ബ്രസീലാണ്, ഫ്രം ജൂൺ 3-14 1992 ഇതിന്റെ ഇയർ എന്ന് പറയപ്പെടുന്നത്. അതായത് ജൂൺ 3 1992 ഈ ഒരു സമ്മിറ്റ്, അതായത് ജൂൺ 3 മുതൽ 14 വരെയാണ് കേട്ടോ. ജൂൺ 3 ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്, 1992 ഈ എർത്ത് സമ്മിറ്റ് ഹേൾഡ് ചെയ്തിട്ടുള്ളത് റിയോ ഡി ജനീറിയോ, ബ്രസീലിലായിരുന്നു. Was an unprecedented UN conference that brought together all the leaders, diplomats and NGO from the 179 countries to focus on sustainable development and environmental protection. The key outcomes നോക്കുകയാണെങ്കിൽ the summit resulted the foundational global environmental framework, including Agenda 21, a comprehensive blueprint for the sustainable global action. Rio de Janeiro Declaration, a set of 27 principles guiding sustainable development. UNFCCC എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? യുണൈറ്റഡ് നാഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ക്ലൈമറ്റ് ചേഞ്ച് കേട്ടോ, മറക്കല്ലേ. യുണൈറ്റഡ് നാഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ആണ് UNFCCC ആണ് കേട്ടോ. അതും കൂടെ നിങ്ങൾ അത് 1992 ഒപ്പുവെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 1990 ജൂൺ എന്താ പറയുക 1992 ജൂൺ മാസം 3 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഈ ഭൗമ ഉച്ചകോടി എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യമുണ്ട്. കാര്യം ഈ ഒരു ഉച്ചകോടിയോട് കൂടിയിട്ടാണ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൈവരിക്കുക. സുസ്ഥിര വികസനവും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം 179 രാജ്യങ്ങളിൽ നിന്നുള്ള പല നേതാക്കന്മാരും നിയമതന്ത്രജ്ഞന്മാരും ഒക്കെ തമ്മിൽ NGO മെമ്പേഴ്സും ഒക്കെ തന്നെ UN സമ്മേളനം വിളിച്ചുകൂട്ടിയുണ്ടായി. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫലമായിട്ടാണ് ആഗോള പരിസ്ഥിതി ചട്ടക്കൂട്, കേട്ടിട്ടുണ്ടല്ലോ, അജണ്ട 21 കൊണ്ടുവന്നിട്ടുള്ളത്. സബ്മിറ്റ് റിസൾട്ടഡ് ഫൗണ്ടേഷൻ ഗ്ലോബൽ എൻവയോൺമെന്റൽ ഫ്രെയിംവർക്ക് ഇൻക്ലൂഡിംഗ് അജണ്ട 21. ഇത് കോംപ്രഹെൻസീവ് ബ്ലൂ പ്രിന്റ് ഓർ സസ്റ്റൈനബിൾ ഗ്ലോബൽ ആക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആയിരുന്നു. ഇത് ദ റിയോ ഡിക്ലറേഷൻ എ സെറ്റ് ഓഫ് 27 പ്രിൻസിപ്പിൾസ്. ഈ റിയോ ഡിക്ലറേഷനിലോടുകൂടി ഞാൻ അജണ്ട 21 ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ റിയോ പ്രൊക്ലമേഷനോട് കൂടിയിട്ട് നമ്മൾ സെറ്റ് 27 പ്രിൻസിപ്പിൾസ് ഗൈഡിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ വികസനത്തിന് വേണ്ടിയിട്ട് ഏകദേശം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് എങ്ങനെ കൈവരിക്കുക, ഇതിന് വേണ്ടിയിട്ട് 27 പ്രിൻസിപ്പിൾസ് അടങ്ങിയിട്ടുള്ള ഒരു കൂട്ടം, 27 പ്രിൻസിപ്പിൾസ് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എങ്ങനെ കൈവരിക്കുന്നു എന്നുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് റിയോ ഡിക്ലറേഷനിലൂടെ മുന്നോട്ട് വെച്ചു. കൂടാതെ UNFCCC കോട്ടോ പ്രോട്ടോകോളും ഒരു പാരീസ് കരാറിലൊക്കെ തന്നെ എന്ത് ചെയ്തു, ഒപ്പുവയ്ക്കുകയുണ്ടായി. ദ ക്ലൈമറ്റ് ചേഞ്ച് ട്രീറ്റി ദാറ്റ് ഇവൻച്വലി ലെഡ് ടു ദ കോട്ടോ പ്രോട്ടോകോൾ. ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആണ് പിന്നെ എന്തിലേക്ക് വഴിതെളിച്ചത്, കോട്ടോ പ്രോട്ടോകോളിലേക്ക് വഴിതെളിച്ചത്. ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ട്രീറ്റി ഇവിടെ വെച്ച് ഒപ്പുവയ്ക്കുകയും ഇത് പിൽക്കാലഘട്ടത്തിൽ കോട്ടോ പ്രോട്ടോകോൾ ആണ് പാരീസ് എഗ്രിമെന്റ് ഒപ്പുവയ്ക്കുന്നതിന് വഴിതെളിച്ചു. ഇനി ഇത് കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, CBD എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്, കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഇന്റർനാഷണൽ ട്രീറ്റി ഫോർ ദ കൺസർവേഷൻ ഓഫ് ദ നാച്ചറിനെ കൺസർവേഷൻ ചെയ്യുന്നതിനുള്ള ഒരു ഇന്റർനാഷണൽ ട്രീറ്റി കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഒപ്പുവെച്ചു. അതാണ് കൺവെൻഷൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. അങ്ങനെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സബ്മിറ്റ് ആയിരുന്നു എന്നറിയപ്പെടുന്നത് 1992 ബ്രസീലിലെ റിയോ ഡി ജനീറിയോയിൽ വെച്ച് ഒപ്പുവെച്ച എർത്ത് സബ്മിറ്റ്. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിന്റെ അകത്ത് ഒന്ന് വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമ്മൾ ഇതിന്റെ അകത്ത് പ്ലാനറ്റ് സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഉച്ചകോടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇങ്ങനെ ഒരു ഉച്ചകോടി ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലെ. ആക്ച്വലി പറയുന്നത് ദിസ് ഈസ് എ fictions of generic form term in this context. Well, global summit frequently discuss planetary health. There is no major historical UN environmental framework officially titled the Planet Summit എന്ന പേരിൽ UN environmental framework ഇതുവരെയും ഒരു സബ്മിറ്റ് എന്ത് ചെയ്തിട്ടില്ല, ഒപ്പുവച്ചിട്ടില്ല. മനസ്സിലായിട്ടുണ്ടല്ലോ. അതാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. പ്ലാനറ്റ് സമ്മിറ്റ് എന്ന പേരിൽ
ഒരു ചരിത്രപരമായിട്ട് പ്രാധാന്യം അർഹിക്കുന്ന യു എന്നിന്റെ നേതൃത്വത്തിലുള്ള ഒരു എൻവയോൺമെന്റൽ ഫ്രെയിംവർക്ക് ഇതുവരെയും ഒപ്പുവച്ചിട്ടില്ല. അപ്പൊ ഇതൊരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത്രേ ഉള്ളൂ ഇതിന്റെ അത് നിങ്ങൾ പഠിച്ചു പോകുന്നതിന്. അപ്പൊ പ്ലാനറ്റ് സമ്മിറ്റ് വേറൊന്നും ഇല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയിട്ടാണ് ഞാനിത് പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ദെൻ ഇനി നമുക്ക് നോക്കാം, ഇനി മിലേനിയം സമ്മിറ്റ് എന്നൊരു ഉച്ചകോടി ഉണ്ടോ എന്നും കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇത് സിഗ്നിഫിക്കന്റ്. ദ ഹേൾഡ് ഫ്രം സെപ്റ്റംബർ 6-8 2000 നമ്മൾ എന്ത് ചെയ്തു, മിലേനിയം സമ്മിറ്റ് എന്ന പേരിൽ മറ്റൊരു ഉച്ചകോടി ഒപ്പുവെച്ചത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 2000 ഒപ്പുവെച്ചത് കേട്ടോ. ഹെഡ് ക്വാർട്ടർ എവിടെയായിരുന്നു മിലേനിയം സമ്മിറ്റിന്റെ ഉച്ചകോടി ഒപ്പുവെച്ചത്? എവിടെയാണ്? ന്യൂയോർക്ക് സിറ്റിയിലാണ്. ദിസ് വാസ് എ ലാൻഡ്മാർക്ക് സമ്മിറ്റ് ഫോക്കസ്ഡ് ഓൺ ദ റോൾ ഓഫ് UN ഇൻ ദ 21st സെഞ്ചുറി. അതായത് 21ാം നൂറ്റാണ്ടിൽ ന്യൂയോർക്ക് സിറ്റിയിലെ ആസ്ഥാനമാക്കിയിട്ട് UN കേന്ദ്രീകരിച്ചിട്ടുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉച്ചകോടിയാണ്. UN കേന്ദ്രീകരിച്ചിട്ടുള്ള 21st സെഞ്ചുറിയിൽ ഒപ്പുവെച്ച UN കേന്ദ്രീകരിച്ചുകൊണ്ട് 21ാം സെഞ്ചുറിയിൽ ഒപ്പുവെച്ച വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഉടമ്പടിയായിരുന്നു എന്തെന്നറിയപ്പെടുന്നത് മിലേനിയം സമ്മിറ്റ്. ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ചിട്ടാണ് ഒപ്പുവെച്ചത്. എ ലാൻഡ്മാർക്ക് സമ്മിറ്റ് ഫോക്കസ്ഡ് ഓൺ ദ റോൾ ഓഫ് UN ഇൻ ദ 21st സെഞ്ചുറി. ദ കീ ഔട്ട്കംസ് എന്തൊക്കെയായിരുന്നു? ഇറ്റ് ബ്രോട്ട് എ ടുഗദർ വേൾഡ് ലീഡേഴ്സ് ടു അഡോപ്റ്റ് ദ മിലേനിയം ഡിക്ലറേഷൻ. വേൾഡിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ലീഡേഴ്സുകളും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു മിലേനിയം ഡിക്ലറേഷൻ അഡോപ്റ്റ് ചെയ്തു. വിച്ച് ഇതിനെ ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്തു ദ മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, MDGs എന്നറിയപ്പെടുന്ന മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഈ ഒരു എന്താ പറയുക സബ്മിറ്റിലൂടെ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്തു. സെറ്റ് ഓഫ് 8 മെഷറബിൾ ടാർഗറ്റുകളാണ് ഈ ഒരു MDGs എന്നറിയപ്പെടുന്ന സബ്മിറ്റിൽ ഉണ്ടായിരുന്നത്. അത് ഈ മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ പ്രധാനപ്പെട്ട 8 മെഷറബിൾ ടാർഗറ്റ്സുകളാണ് മുന്നോട്ട് വെച്ചത്. എ സെറ്റ് ഓഫ് 8 മെഷറബിൾ ടാർഗറ്റ്സ് ടു ദ കോമ്പാക്ട് പോവർട്ടി. എന്തിനു വേണ്ടിയിട്ടാണ്? കോമ്പാക്ട് പോവർട്ടി, ഹങ്കർ, ഡിസീസ് ആൻഡ് ഇല്ലിറ്ററസി ബൈ ദി 2050. ആക്ച്വലി ഇവർ ഇത്തരത്തിലുള്ള ഈ ഒരു എന്താ പറയുന്നത് മിലേനിയം സബ്മിറ്റിന്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ലോകത്തിലെ വിവിധ നേതാക്കന്മാർ ഒരുമിച്ച് കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു മിലേനിയം സമ്മിറ്റ് അംഗീകരിക്കും. ആക്ച്വലി ഈ ഒരു സമ്മിറ്റിന്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് 2015 കൂടി ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പരമാവധി പട്ടിണിയും ദാരിദ്ര്യവും ഡിസീസുകളും അല്ലെങ്കിൽ നിരക്ഷരത ഒക്കെ തന്നെ ചെറുത്ത് നിൽക്കുന്നതിനുള്ള ഒരു ലോകരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ നിരക്ഷരതയൊക്കെ തന്നെ ചെറുത്ത് നിൽക്കാൻ പാകത്തിലുള്ള ഒരു സബ്മിറ്റ് ആയിരുന്നു മിലേനിയം സബ്മിറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയെല്ലാം ഇത്തരത്തിലുള്ള നിരവധി ടാർഗറ്റുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടിട്ടുള്ള ഒരു പ്ലാനായിരുന്നു മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. അവരുടെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുമ്പോൾ 2015 കൂടി ലോകത്താകമാനം തന്നെ നിരക്ഷരത ഇല്ലാതാക്കുക, ഡിസീസുകളെ ഒഴിവാക്കുക, പോവർട്ടിയും ഹങ്കറും ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൊണ്ടുവരിക, പട്ടിണി ഒഴിവാക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു 2050 കൂടി ഈ ഒരു ടാർഗറ്റിനെ ഗോൾ നമ്മൾ അറ്റൈനിങ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ടാണ് മിലേനിയം സബ്മിറ്റ് 2000 ഒപ്പുവെച്ചിട്ടുള്ളത്, ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ചിട്ട് ഒപ്പുവെച്ചിട്ടുള്ളത്. ക്ലിയർ ആയിട്ട് മനസ്സിലായി. അപ്പോൾ മിലേനിയം സബ്മിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് കേട്ടോ, അങ്ങനെ ഒരു ഒരു സബ്മിറ്റ്മെന്റ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലായി. ഇനി ഗ്ലോബൽ സമ്മിറ്റ് എന്ന് അറിയപ്പെടുന്ന മറ്റൊരു സമ്മിറ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടല്ലോ. ഗ്ലോബൽ സമ്മിറ്റ് ഈസ് എ ബ്രോഡ് ജനറിക് ഡിസ്ക്രിപ്ഷൻ യൂസ്ഡ് ഫോർ എനി ഹൈ ലെവൽ ഇന്റർനാഷണൽ ഗാദറിംഗ് such as G20 meetings or specialized economical forums, and it does not refers to the specific uniquely named UN environmental conference like 1992 റിയോ ഡി ജനീറോയിലുള്ള മീറ്റിംഗ്സിനെ പോലെയുള്ള ഒരു UN എൻവയോൺമെന്റൽ കോൺഫറൻസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു ആഗോള ഉച്ചകോടിയാണ്. ഉന്നതതല അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഉപയോഗിക്കുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു വിവരണമാണ് ആക്ച്വലി ഇതിൽ പറഞ്ഞു പോയിരിക്കുന്നത്. ഒരു ഗ്ലോബൽ സമ്മിറ്റ് ഇസ് എ ബ്രോഡ് ജനററ്റിക് ഡിസ്ക്രിപ്ഷൻ യൂസ്ഡ് ഫോർ എനി ഹൈ ലെവൽ ഇന്റർനാഷണൽ ഗ്യാതറിംഗ്സ് ആണ് സച്ച് ആസ് G20 മീറ്റിംഗ്, എ സ്പെഷ്യലൈസ്ഡ് എക്കണോമിക്കൽ ഫോം. അതായത് G20 മീറ്റിങ്ങുകൾ പോലെയുള്ള, അതായത് G20 മീറ്റിംഗ്സുകളിൽ അതുപോലെയുള്ള ഒരു ഉച്ചകോടിയാണ് ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നെ മാത്രമല്ല 1992 റിയോ ഡി ജനീറോയിൽ പോലുള്ള UN പരിസ്ഥിതി സമ്മേളനത്തെ കുറിച്ചുള്ള പരാമർശം ഏതിൽ വരുന്നില്ല? ഈ ഗ്ലോബൽ സമ്മിറ്റിൽ വരുന്നില്ല. പരിസ്ഥിതി അല്ലെങ്കിൽ UN എൻവയോൺമെന്റൽ കോൺഫറൻസിനെ കുറിച്ചുള്ള ഒരു സമ്മേളനമാണ് 1992 റിയോ ഡി ജനീറോയിൽ നടന്നത്. അതുപോലെയുള്ള ഒരു സമ്മിറ്റ് ആണോ ഗ്ലോബൽ സമ്മിറ്റ്? അല്ല. മറിച്ച് ഇത് എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇതൊരു G20 മീറ്റിംഗ്സിനെ പോലെയുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് എക്കണോമിക്കൽ ഫോംസ് ലൈക്കാണ് ഗ്ലോബൽ സമ്മിറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകാം. ഞാൻ ആക്ച്വലി ഇവിടെ പറഞ്ഞു പോയപ്പോൾ തന്നെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. മിലേനിയം സബ്മിറ്റിന്റെ ഗോളിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ എർത്ത് സബ്മിറ്റിന്റെ ഗോൾസിനെ കുറിച്ച് പറഞ്ഞു. ഈ എർത്ത് സബ്മിറ്റിന്റെ ഒരു ഗോളായിരുന്നു എന്തെന്നറിയപ്പെടുന്നത്, ഇത് പിൽക്കാലഘട്ടത്തിൽ അല്ലെ എന്താ പറയുന്നത് കോട്ടോ പ്രോട്ടോകോൾ എന്നറിയപ്പെടുന്ന ഒരു പുതിയ അഗ്രിമെന്റ് കൊണ്ടുവരുന്നതിന് ഇടയാക്കി. ഈ എർത്ത് സബ്മിറ്റിന്റെ മറ്റൊരു ഇമ്പാക്റ്റ് ആണ്. ഇനി നമുക്ക് ആ കോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് നോക്കാം. കോട്ടോ പ്രോട്ടോകോൾ ട്രീറ്റി വാസ് സൈൻഡ് ഇൻ ദ ഇയർ. ഇത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതും ഒരു ക്ലൈമറ്റ് എന്താ പറയുന്നത്
എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും മായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു പ്രോട്ടോകോൾ ആണ് അല്ലെ. അപ്പോൾ ഒരു ക്യോട്ടോ പ്രോട്ടോകോൾ ട്രീറ്റി സൈൻ ചെയ്തിട്ടുള്ളത് ഏത് വർഷമാണ്? അപ്പൊ എർത്ത് സമ്മിറ്റ് പഠിച്ചപ്പോൾ അവിടെ തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ കൊണ്ടുവന്നത്. അപ്പൊ ഇനിയും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ക്യോട്ടോ പ്രോട്ടോകോൾ സൈൻ എന്ന് പറയുന്ന ഒരു ട്രീറ്റി സൈൻ ചെയ്തിട്ടുള്ളത് 1997, ഓപ്ഷൻ ബി 1996, ഓപ്ഷൻ സി 1998, ഓപ്ഷൻ ഡി 1995. കറക്റ്റ് ആൻസർ 1997 ആണ്. അപ്പൊ നമുക്ക് ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് ഒന്ന് നോക്കി പോകാം. എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഇറ്റ് വാസ് ഇറ്റ് വാസ് ഒഫീഷ്യലി അഡോപ്റ്റഡ് December 11, 1997. ക്യോട്ടോ എന്ന് പറയുന്നത് എവിടെയാണ് അർത്ഥമാക്കുന്നത്? ക്യോട്ടോ ആക്ച്വലി ഈസ് ഇൻ ജപ്പാനിലാണ് കേട്ടോ. ഞാനിപ്പോ ജപ്പാനിലെ ക്യോട്ടോയിൽ വെച്ച് 1997 ഡിസംബർ 1 ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എന്നറിയപ്പെടുന്ന ട്രീറ്റിയെ അംഗീകരിച്ചത്. ഇതിന്റെ പർപ്പസ് എന്താണ്? ഇന്റർനാഷണൽ ട്രീറ്റി കമ്മിറ്റഡ് ഇൻഡസ്ട്രിയലൈസ്ഡ് countries and economies in the transition to limit and reduce greenhouse gas emission. ഗ്രീൻഹൗസ് ഗ്യാസ് എമിഷൻസിനെ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ് ആക്ച്വലി എന്താ പറയുക ഇന്റർനാഷണൽ കൺട്രീസ്, ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള നിരവധി രാഷ്ട്രങ്ങളും എക്കണോമിക്കൽ ട്രാൻസാക്ഷൻസുകളും ടു ലിമിറ്റ് ചെയ്ത് റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ പരമാവധി എങ്ങനെ കുറയ്ക്കാം എന്നുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അഗ്രിമെന്റ് എന്ത് ചെയ്തു? ഒപ്പുവയ്ക്കുകയുണ്ടായിട്ടുണ്ട്. നിരവധി വ്യാവസായിക രാഷ്ട്രങ്ങളും സമ്പദ് വ്യവസ്ഥകളിലും ഒക്കെ തന്നെ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെട്ട പല രാഷ്ട്രങ്ങളും ആക്ച്വലി ഈ ഒരു പരിവർത്തന ഘട്ടത്തിൽ ഈ ഒരു എഗ്രിമെന്റിൽ ഒപ്പുവയ്ക്കാൻ ബാധ്യസ്ഥമായി. മനസ്സിലായിട്ടുണ്ടല്ലോ. ആക്ച്വലി ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷനെ പരമാവധി നമ്മൾ എങ്ങനെ കുറച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് ആൾദോ സാൻഡ് 1997 1997 ഒപ്പുവെച്ചത്. ഇറ്റ് ഡിഡ് നോട്ട് ഒഫീഷ്യലി എൻറ്റർ ഇൻ ദ ഫോഴ്സ് അൻറ്റിൽ February 16, 2005. ഇനി മറ്റൊരു കാര്യം, 1997 ഒപ്പുവെച്ചെങ്കിലും ഈ സങ്കീർണമായിട്ടുള്ള ഈ ആവശ്യങ്ങൾ നിറവേറ്റിയതിനു ശേഷം 2005 ഫെബ്രുവരി 16 വരെ ഇത് ഔദ്യോഗികമായിട്ട് എന്ത് വന്നില്ല? പ്രാബല്യത്തിൽ വന്നില്ല. അപ്പോൾ 2005 ഫെബ്രുവരി 16 ശേഷമാണ് ആക്ച്വലി ഇത് പ്രാബല്യത്തിൽ വന്നത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള റെക്ടിഫിക്കേഷൻസുകളും റിക്വയർമെന്റുകളൊക്കെയാണ് ഇതിൽ ഉണ്ടായിരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത് പ്രാബല്യത്തിൽ വരാൻ ഒരുപാട് വർഷം പിടിച്ചു എന്നുള്ളതാണ്. 1997 ആക്ച്വലി ഇത് സൈൻ ചെയ്തെങ്കിലും ഇറ്റ് ഡിഡ് നോട്ട് ഒഫീഷ്യലി എൻറ്റർ ഇൻ ടു ഫോഴ്സ് അൻറ്റിൽ February 16, 2005. ഓഫർ കോംപ്ലക്സ് റെക്ടിഫിക്കേഷൻസ് ആൻഡ് റിക്വയർമെന്റ് വേർ മെറ്റ്. അപ്പൊ നമുക്ക് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള റെക്ടിഫിക്കേഷൻസുകളും റിക്വയർമെന്റുകളും ഉള്ളത് കൊണ്ട് തന്നെ നിലവിൽ വരാൻ ഒത്തിരി സമയമെടുത്തു എന്നുള്ളതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പോൾ വെറുതെ ക്യോട്ടോ പ്രോട്ടോകോളിനെ പഠിച്ചിട്ടും കാര്യമില്ല, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകണം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും അത്രയും ഇമ്പോർട്ടൻസി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് പരിചയപ്പെട്ട് പോവാം. എ കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? ഹാസ് ബീൻ സൈൻഡ് ആൻഡ് റെക്ടിഫൈഡ് ബൈ ദ യു എസ് ഒപ്പുവെച്ച് അല്ലെങ്കിൽ യു എസ് ഒപ്പുവെച്ച് അംഗീകരിച്ചൊരു ഉടമ്പടിയാണോ CTBT? ഓപ്ഷൻ ബി ഹാസ് നോട്ട് ബീൻ സൈൻഡ് ബൈ ദ US. അതായത് US സൈൻ ചെയ്തിട്ടില്ലാത്തൊരു ട്രീറ്റി ആണോ? ഓപ്ഷൻ സി ഹാസ് ബീൻ സൈൻഡ് ബട്ട് നോട്ട് റെക്ടിഫൈഡ് ബൈ US കോൺഫറൻസ്. ആക്ച്വലി US എന്ത് ചെയ്തു? സൈൻ ചെയ്തു, പക്ഷെ എന്ത് ചെയ്തു? UN കോൺഫറൻസ് ഇതിനെ റെക്ടിഫൈഡ് ചെയ്തില്ല. ഓപ്ഷൻ ഡി വന്നിട്ട് ഹാസ് നോട്ട് ബീൻ സൈൻഡ് നോട്ട് ബീൻ റെക്ടിഫൈഡ് ബൈ ദ US കോൺഫറൻസ് ഇതിനെ എന്ത് ചെയ്തിട്ടില്ല? US കോൺഗ്രസ് ഇതിനെ റെക്ടിഫൈഡ് ചെയ്യുകയോ സൈൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ശരിയായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ഏതാണ് പറഞ്ഞു പോകാൻ സാധ്യമാകുന്നത്? നോക്കാം. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ അത് നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിച്ചു പോകാം. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി കറക്റ്റ് ആവാൻ കാര്യം? അണ്ടർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഇന്റർനാഷണൽ ട്രീറ്റി സൈൻഡ് ബൈ ദ പ്രസിഡന്റ് റിക്വയർ ദ അഡ്വൈസ് ആൻഡ് കൺസെന്റ് a 2/3 majority vote of the US Senate to be rectified. The President Clinton submitted the Comprehensive Nuclear Test Ban Treaty to the Senate in 1997. However, in October 1999, US Senate voted against giving it consent. Therefore, the treaty remains signed but unrectified by the US legislature. എന്തുകൊണ്ടാണ് ഈ ഒരു ട്രീറ്റി സൈൻ ചെയ്തിട്ടും US അല്ലെങ്കിൽ യുഎസിന്റെ കോൺഗ്രസ് ഇതിനെ റെക്ടിഫൈഡ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ എന്താ പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടന പ്രകാരം ഒപ്പുവെച്ചൊരു എന്താ പറയുന്നത് സൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റിയാണ് എന്തെന്നറിയപ്പെടുന്നത് CTBT ട്രീറ്റി കേട്ടോ. ആക്ച്വലി അവർ സൈൻ ചെയ്തെടുത്തു, പക്ഷെ ഇതിനെ റെക്ടിഫൈഡ് ചെയ്തില്ല. അത് എന്തുകൊണ്ടാണ് റെക്ടിഫൈഡ് ചെയ്യാത്തത്? ഇത് ഇന്റർനാഷണൽ ട്രീറ്റി സൈൻ ബൈ ദ പ്രസിഡന്റ് സൈൻ ചെയ്തു. റിക്വയർ ദ അഡ്വൈസ് ഓഫ് ദ കൺസെന്റ്. ആക്ച്വലി ഇതിനെ പിന്നെ റെക്ടിഫൈഡ് ചെയ്യണമെങ്കിൽ അഡ്വൈസും കൺസെന്റ് വേണം. എത്ര അഡ്വൈസും കൺസെന്റും ആണ് വേണ്ടത്? 2/3 മെജോറിറ്റി ഓഫ് ദ വോട്ട്സ് വേണ്ടത്. അതായത് 2/3 ഭൂരിപക്ഷം വോട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെ 1997 അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന
എന്താ പറയുന്നത് ബിൽ ക്ലിന്റൺ അല്ലെ, ക്ലിന്റൺ എന്ത് ചെയ്തു, സമഗ്ര ആണവ പരീക്ഷണ പദ്ധതി, ഇത് അതായത് പ്രസിഡന്റ് ക്ലിന്റൺ സബ്മിറ്റഡ് ദ കോംപ്രഹെൻസീവ്, അതിനാണ് സമഗ്ര ആണവ പരീക്ഷണ പദ്ധതിയാണ് നമ്മൾ കോംപ്രഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന് അറിയപ്പെടുന്നത്, ടു ദ സെനറ്റ്. അപ്പൊ സെനറ്റിലേക്ക് അദ്ദേഹം വയ്ക്കുകയുണ്ടായി. 1997 അന്നത്തെ അമേരിക്കയിലെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ക്ലിന്റന് ഈ CTBT സെനറ്റിൽ സമർപ്പിച്ചു. പക്ഷേ സെനറ്റിന്റെ അംഗീകാരം വേണം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെ 1999 ഒക്ടോബർ മാസത്തിൽ US സെനറ്റിന്റെ സമ്മതം നൽകുന്നതിനെതിരെ വോട്ട് ചെയ്തു. സെനറ്റ് ഇതിന് സമ്മതം കൊടുക്കുന്നതിനെതിരെയാണ് വോട്ട് ചെയ്തു. അങ്ങനെ സെനറ്റിന് സമ്മതം കിട്ടിയോ? ഇല്ല. അങ്ങനെ ഒക്ടോബർ 1999 US സെനറ്റ് വോട്ടഡ് എഗെയിൻസ്റ്റ് ഗിവിംഗ് ദ കൺസെന്റ്, അതായത് കൺസെന്റ് കിട്ടാതെ ഇതിനെതിരെ വോട്ട് ചെയ്തു. ഓക്കെ, therefore the treaty remains signed by, പക്ഷേ ഈ ട്രീറ്റി റിമെയിൻ നമ്മൾ ഈ ട്രീറ്റി ആക്ച്വലി സൈൻ ചെയ്തു എന്നുള്ളത് സത്യമാണ്, പക്ഷേ അൺറെക്ടിഫൈഡ് യുഎസ് ലെജിസ്ലേറ്റർ. അപ്പോൾ എന്താ, ഈ കരാർ ഒപ്പിട്ടതായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ നിയമസഭ ഇതിനെ എന്ത് ചെയ്തിട്ടില്ല, ലെജിസ്ലേറ്റർ ഇതിനെ അംഗീകരിച്ചിട്ടില്ല, അൺറെക്ടിഫൈഡ് ചെയ്തിട്ടില്ല. ബട്ട് അൺറെക്ടിഫൈഡ് ബൈ ലെജിസ്ലേറ്റർ. ഇത് സൈൻ ചെയ്തു എന്ന് പറയുന്ന കാര്യം സത്യം തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, ലെജിസ്ലേറ്റർ ഇതിനെ എന്ത് ചെയ്തിട്ടില്ല, റെക്ടിഫൈഡ് ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണ്, ആക്ച്വലി അഡ്വൈസ് ആൻഡ് കൺസെന്റ് 2/3 മെജോറിറ്റി വേണമായിരുന്നു സെനറ്റിൽ. ആ 2/3 മെജോറിറ്റിയും എന്ത് ചെയ്തില്ല, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വോട്ട് ചെയ്തത്. സെനറ്റ് വോട്ടഡ് എഗെയിൻസ്റ്റ് ഗീവിംഗ് ദ കൺസെന്റിന് എതിരായിട്ട് വോട്ട് ചെയ്തത് കൊണ്ട് ഇതിന് അംഗീകാരം ലഭിച്ചിട്ടില്ല. അപ്പൊ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ആക്ച്വലി പ്രീവിയസ്ലി പൊളിറ്റിക്കൽ സയൻസിന്റെ വിവിധ ഇയറുകളായിട്ടുള്ള എക്സാമിനേഷൻസ് വന്നിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ പരിചയപ്പെട്ടു പോയത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. അപ്പോൾ ഒരു ഓപ്ഷൻസ് പോലും നമ്മൾ കളയാതെ വേണം പഠിച്ചു പോകാൻ. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും ഇപ്പോൾ നമ്മൾ ആക്ച്വലി ക്ലാസ് റൂമിലൊക്കെ പഠിപ്പിച്ച് പോകുന്ന സമയത്ത് ഇത്രയും ഡീറ്റെയിൽഡ് നിലവാരത്തിലാണ് ഓരോ ഭാഗങ്ങളും നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കാറുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ടോസ് അക്കാഡമിയുടെ പ്രത്യേകതകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. ഓക്കെ, താങ്ക് യു.